കോട്ടൺ സിൽക്കിൽ കട്ട് വർക്ക് എംബ്രോയിഡറി ചെയ്തേക്കുന്നത്. ജോർജറ്റിൽ തന്നെ നെറ്റിൽ വരുന്ന മോഡലാണ്. 198 നമ്മൾ പറഞ്ഞില്ലേ, 198 കുർത്തി. ഇത് വേറൊരു മോഡൽ തന്നെ, ഫീഡിങ് തന്നെ. കട്ടിങ് ആൻഡ് ഡിസൈനിങ് ഏരിയയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. 5XL സൈസ് വന്ന ടീഷർട്സും ഉണ്ട്, നല്ല വലിയ സൈസിൽ 4 വയസ്സിലൊക്കെ പറ്റിയ പിള്ളേർക്ക് ഇടാൻ പറ്റുന്നത്. 5XL സൈസ് വരെ നമുക്ക് പാൻസ് അവൈലബിൾ ആണ്. വെഡിങ് ഈവനിനൊക്കെ പറ്റിയ നല്ലൊരു വെറൈറ്റി. ക്രോപ്പ് ടോപ്സ് വരുന്നതാണ്, വലിയവർക്ക് തന്നെ പറ്റിയത്. അജറക്കിന്റെ പാച്ച് വർക്ക് കാത്തര പ്രിന്റിലാണ്, ബോഡി ഫുള്ള്. 198 ടോപ്പ് ജാക്കറ്റ് മോഡൽ ആയിട്ട് വരുന്നതാണ്. നല്ല ഫ്ലെയർ ആയിട്ടുള്ള സ്കേർട്ട്സ്. പ്രിസൈസും വളരെ ശ്രദ്ധിച്ചു ഇതിന്റെ ഹാൻഡ് വർക്ക് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. ഇൻസ്റ്റോറും കസ്റ്റമേഴ്സ് ചോദിക്കുന്ന മെയിൻ സംഭവമാണ് ഹെക്കോബ. ഇത് പ്ലെയിനിൽ നമുക്ക് ഫുൾ ഹാൻഡ് വർക്ക്. ഈ 3 പീസിന്റെ കളക്ഷൻ ഓൺ പ്രൊഡക്ഷൻ ആണ്. ഇത് നമ്മുടെ പെൻസിൽ ഫിറ്റിൽ താഴെ ലേസ് വന്ന വിത്ത് പോക്കറ്റ് ആണ്. കറക്റ്റ് ഭംഗി കണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് തന്നെ നോക്കണം അല്ലേ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് മാർക്കറ്റ് റോഡിൽ അത്യാവശ്യം 30 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഷോപ്പിലേക്കാണ് വന്നിരിക്കുന്നത്. അഞ്ജലി. അപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ മാർക്കറ്റ് റോഡിൽ തന്നെ നമുക്ക് മലബാർ ഹൗസ് ഉണ്ട്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വലിയൊരു 4 ഫ്ലോർ ആയിട്ടുള്ള ഒരു ബിഗ് ബിൽഡിങ്ങിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം 30 ഇയേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെയല്ല. ഇവിടെ എല്ലാ ഐറ്റംസ് കിട്ടും. കിഡ്സിൻ്റെയും പിന്നെ കുർത്തീസ്, പിന്നെ വെസ്റ്റേൺ വെയർസ്, അങ്ങനെ എല്ലാം വിധ ഐറ്റം. പിന്നെ 30 ഇയേഴ്സ് ആയതിൻ്റെ ഒരു അഫോർഡബിൾ റേഞ്ചിലുള്ള കുറേ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ നമുക്ക് കണ്ടു നോക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ റേറ്റ് കുർത്തിയുടെ സ്റ്റാർട്ടിങ് വരുന്നത് 198 തൊട്ടാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 2 എൻട്രൻസ് ഉണ്ട് ഇവർക്ക്. ഒരു എൻട്രൻസ് ഇപ്പുറത്തെ സൈഡ്, ഒരു എൻട്രൻസ് അപ്പുറത്തെ സൈഡ്. ഫ്രണ്ടിൽ കൂടെ കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യും, പക്ഷേ ഉള്ളിൽ കാണുമ്പോൾ വലിയൊരു വിശാലമായിട്ടുള്ള ഒരു ഷോറൂമാണ്. അതിൽ 4 ഫ്ലോറിൽ പല രീതിയിലുള്ള ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കയറി നോക്കിയാൽ വരും. 2 എൻട്രൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ റൈറ്റ് സൈഡിലുള്ള എൻട്രൻസിൽ കൂടെയാണ് കേട്ടോ ഞാനിപ്പോൾ കയറുന്നത്. പിന്നെ ഇവിടെ കുറച്ച് പേര് ബിസി ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്താ സംഭവം? ഈ മൈക്കൊന്ന് ഞാൻ സെറ്റ് ചെയ്തോട്ടെ. ഓക്കെ, ഞാൻ തന്നെ വെച്ച് തരാം. ഓക്കെ, ഈ സമയത്ത് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലല്ലോ. ഹായ്, വെൽക്കം ടു ദിസ് വീഡിയോ. നമ്മുടെ അഞ്ജലി നേരത്തെ പറഞ്ഞ അഞ്ജലി അല്ലേ. പിന്നെ ഇവരൊക്കെ ഇത് ഹസ്ബൻഡ്, സിസ്റ്റർ, അമ്മ. ഓക്കെ, എല്ലാവരും നമ്മുടെ ഫുൾ അമ്മ, സിസ്റ്റർ, പിന്നെ ഇവിടുത്തെ ഹസ്ബൻഡാണ്, അഞ്ജലിയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ഇവിടുത്തെ ഓണേഴ്സ്. അപ്പം നമുക്ക് ഓണേഴ്സ് ആരെന്താന്നൊന്നും അറിയണ്ട. നമുക്ക് 198 കുർത്തി കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ 198 കുർത്തീസ് ഒക്കെ നമുക്ക് ഓൺ പ്രൊഡക്ഷനിൽ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഈ കയറി വരുമ്പോൾ നമുക്ക് ചെറിയൊരു ഇതായിട്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ 4 ഫ്ലോർ. ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ ഞാൻ വെച്ചാൽ അയ്യോ ഇത് ചെറിയൊരു അല്ല, അതെ, ആകെ സ്റ്റക്കായി നിന്ന് പോയിട്ടോ. അപ്പൊ ഈ ഒരു കൗണ്ടറിൽ ഇപ്പൊ ഈ ഒരു ഏരിയയിൽ എന്താ വരുന്നത്? നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആയിട്ടുള്ള 2 പീസ് 3 പീസ് ചുരിദാറുകളാണ്. ഓക്കെ, ഇത് മൊത്തം കാണുന്നത് 2 പീസ് 3 പീസുകളാണ്. എല്ലാ ഹാൻഡ് വർക്കും ഉണ്ട്. ഹാൻഡ് വർക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാണ്ടുള്ള ലോക്കൽ നോർമലി തയ്ക്കണ ചുരിദാറുകളും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സൈഡ് മൊത്തം നമുക്ക് 3 പീസിന്റെ. അതുപോലെ ജയ്പൂരി ഐറ്റംസ് ഒക്കെ കാണുന്നുണ്ടല്ലോ. ജയ്പൂരി പ്രിന്റ് ഉള്ളത് നമ്മൾ സ്റ്റിച്ചിങ് ഉണ്ട് നമുക്ക്. ഓക്കെ, നമ്മൾ തുണി എടുത്തിട്ട് നമ്മൾ തന്നെ തയ്ക്കണം അങ്ങനെ. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജയ്പൂർ പോകണ്ട, അതേ സെയിം പെർഫെക്ഷനോട് കൂടിയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ ഇഷ്ടം പോലെ സൗകര്യങ്ങളുണ്ട് നമുക്ക് നിന്ന് കാണാനും. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തും കൂടി കാണുന്നുണ്ടല്ലോ ഏരിയ. ഇവിടെ വരുമ്പോൾ നമുക്ക് കുട്ടികളുടെ കിഡ്സിന്റെ ഐറ്റം ആണ് ഉള്ളത്. ഓക്കെ, കിഡ്സിന്റെ എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തം വെസ്റ്റേൺ വെയർ ടൈപ്പ് ആണ്. ഈ ട്യൂണിക് ലെങ്ത്തും പിന്നെ കോട്ട് സെറ്റ് ഒക്കെ ഇപ്പൊ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഉണ്ടല്ലോ, അതൊക്കെ ഫുൾ ഇവിടെ ഉണ്ട്. ഇതാണ് കോട്ട് സെറ്റിന്റെ ഒരു സാമ്പിൾ വരുന്നത്. അപ്പൊ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കും ടീനേജ് ആ ഒരു പ്രായക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ളതാണ്. അപ്പൊ ശരിക്കും നമ്മൾ 198 കുർത്തീസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ രീതിയിൽ. അപ്പൊ ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്നതും ഇവരുടെ ഓൺ കുർത്തി തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു പ്രൊഡക്ഷൻ ഐറ്റംസ് എവിടെയൊക്കെ കളർ ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ കളർ ചേഞ്ചസ് ഒക്കെ ധാരാളം. അപ്പൊ ഒന്ന് കണ്ടു നോക്കിയാലോ? അതേത് ഫ്ലോറിലാണ്? അത് നമുക്ക് 4th കേട്ടോ. അപ്പൊ വിശാലായിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ നിന്നൊക്കെ കാണിച്ചു തരാം. നമുക്ക് പോയാലോ? അപ്പൊ ലിഫ്റ്റും ഉണ്ട്, സ്റ്റെയർ കേസും ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും കയറാം. അപ്പൊ ഈ ഒരു നമുക്ക് സ്റ്റെയർ കേസോട് കേൾപ്പിക്കാൻ വരും. അങ്ങനെ നമ്മള് ഏറ്റവും ലാസ്റ്റത്തെ ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. 4th ഫ്ലോറിൽ വയ്യണ്ടയാ ഈ അവസ്ഥയിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ട ഒരു അവസ്ഥ. അപ്പൊ ഇത് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഫുൾ ഐറ്റംസ് ആണ് ഇവിടെ അതിൽ എംബ്രോയിഡറി എല്ലാം ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അതില് നമുക്ക് 198 മുതൽ സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ്. അങ്ങനെ കുറെ റേറ്റിന്റെ നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ കളർ ചേഞ്ച് ആദ്യം കണ്ടിട്ട് പിന്നെ നമുക്ക് ഓരോന്ന് തുടങ്ങാം. കളർ ചേഞ്ച് ഇപ്പൊ ഇട്ടേക്കണ കളർ
കളർ തന്നെ. ഓക്കെ, വർക്കൊക്കെ നിങ്ങൾ ഇപ്പൊ ഞാൻ വെയർ ചെയ്തേക്കണ കണ്ടിട്ടില്ലേ? ഇതിന്റെ എങ്ങനെയാ ഇപ്പൊ സൈസസ് ഒക്കെ വരുന്നത്? ഇത് നമുക്ക് സൈസ് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ 4 സൈസാണ് വരുന്നത് ഒരു സെറ്റിൽ. പ്ലസ് സൈസ് പറയുകയാണെങ്കിൽ അത് സൈസ് പറയുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്തുതരും. അപ്പൊ ഇങ്ങനെ 4 കളേഴ്സ് ആണ് വരുന്നത്. 1, 2, പിന്നെ 3, 4 അങ്ങനെ ഒക്കെ. ഇത് നേവി ബ്ലൂ, പിന്നെ ഒരു ടീൽ കളർ, പിന്നെ ഇത് 2 റെഡ് ആൻഡ് പിങ്ക്, അങ്ങനെ കേട്ടോ. അങ്ങനെ 4 ഷെയ്ഡ്. അപ്പൊ ഈ 4 ഷെയ്ഡ് മൊത്തം എടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല. വേണ്ട കളേഴ്സ് മാത്രം കസ്റ്റമേഴ്സിനെ സെലക്ട് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്കുള്ളതാണ്, വേഗം ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ ഇതൊക്കെ കളർ ചേഞ്ചസ്. അപ്പൊ ഇത് കൂടാണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ ഇനി അടുത്ത കളക്ഷനിലേക്ക് കടന്നാലോ? ഞാൻ അടുത്തൊരു ഹാൻഡ് വർക്ക് തന്നെ കാണിച്ചിട്ട് നമുക്ക് പോവാം. ഇതും ടൈ ആൻഡ് ഡൈയിൽ തന്നെ വേറൊരു ഹാൻഡ് വർക്ക്. ഇതില് വ്യത്യാസം എന്ന് പറയുമ്പോൾ നടുക്കിക്കൂടെ ഒരു ലൈൻ പോയിട്ടുണ്ട്. ഞാൻ ഇട്ടിരിക്കുന്നതിന്റെ ആണെങ്കിൽ ലൈൻ ഇല്ല, അങ്ങനെ കുറച്ച് വ്യത്യാസം. അപ്പൊ കുർത്തീസ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലസ് സൈസ് വരുന്നുണ്ട്, അല്ലാത്തതും വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഹാൻഡ് വർക്ക് ഇത്ര വേണോ, ഇത്ര വേണ്ട, അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. വി നെക്ക് വേണോ, റൗണ്ട് നെക്ക് വേണോ, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത്. അപ്പോൾ ഇതിന് കാണിക്കുന്നതിൻ്റെ എല്ലാത്തിനും കളർ ചേഞ്ചസ് ഉണ്ടാവും. നമ്മൾ അത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, നമ്മൾ വർക്കുകളും പാറ്റേണുകളും കാണിച്ചു പോവാണ് കേട്ടോ. ഇത് വരുന്നത് ജോർജറ്റ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല എല്ലാം നമുക്ക് ബ്രൈറ്റ് ചാർട്ടാ വന്നേക്കുന്നത്. ഇതല്ലേ, ഇതാണ് ഇതിന്റെ കളർ ഓപ്ഷൻസ് അല്ലേ? ബ്രൈറ്റ് ചാർട്ടാണ് നമുക്ക് ഇതിൽ വന്നേക്കുന്നത്. കണ്ടോ, അടിപൊളി കളേഴ്സ് ആണ് ഒക്കെ, നല്ല പാർട്ടി വെയർ കളക്ഷൻസ് ആണ് വരുന്നത്. ഇനി ഇത് വീനെക്കിലാണ് കേട്ടോ, വർക്കും കാര്യങ്ങളൊക്കെ സൂപ്പർ. പിന്നെ വരുന്നത് ഇതൊക്കെ ലൈനിങ് വിത്ത് ലൈനിങ്, നമ്മളെല്ലാം വിത്ത് ലൈനിങ് ആണ്, വിത്ത് ലൈനിങ് ആണ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഇതൊരു ഇംഗ്ലീഷ് കളേഴ്സിൽ വന്നത്. ഇത് മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സിൽക്ക് മെറ്റീരിയൽ ആണ്. എന്നാൽ പാർട്ടി വെയറിനായിട്ട് യൂസ് ചെയ്യാം, കംഫർട്ടബിൾ മെറ്റീരിയലും കൂടിയാണ്. സ്ലീവിൽ അത്യാവശ്യം വർക്കും കയറിയിട്ടുണ്ട് കേട്ടോ, കണ്ടോ, ഫുൾ വർക്ക് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് ഓപ്പൺ ആലിയയിൽ നമ്മൾ ചെയ്തേക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ, അതും വിത്ത് ലൈനിങ്, അതും പക്ക നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ഐറ്റം ആണ് വെച്ചിരിക്കുന്നത്. അത് നോർമലി പൈസ 10 രൂപ വല്ലയിടത്തും കുറവ് കിട്ടുകയാണെങ്കിൽ അതിന്റെ അടിയിലത്തെ പോളിസ്റ്റർ ആയിരിക്കും. ചിലപ്പോ 10 രൂപ 20 രൂപ കുറവിനും കിട്ടും. പക്ഷെ അതിന്റെ ഒന്നില്ലെങ്കിൽ അവർക്ക് സ്റ്റിച്ചിങ്ങിന്റെ ചിലപ്പോൾ ഡബിൾ സ്റ്റിച്ച് വെച്ചിട്ടായിരിക്കും തരുന്നത്. അപ്പൊ അത് ഒരു സ്റ്റിച്ചിലായിട്ട് മാറ്റുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഹെക്കോബ ഇപ്പോൾ ഏറ്റവും ഓൺലൈനിലാണെങ്കിലും ഇൻ സ്റ്റോറും കസ്റ്റമേഴ്സ് ചോദിക്കുന്ന മെയിൻ സംഭവമാണ് ഹെക്കോബ. ഇത് സിമ്പിൾ സൈഡ് ഓപ്പൺ ഹെക്കോബയാണ്. അത് ഫ്രണ്ട് മാത്രമല്ല ബാക്കും ഫുൾ ഹെക്കോബ. സാധാരണ ബാക്കിൽ ഇങ്ങനെ പ്ലെയിൻ വന്നിട്ട് ഫ്രണ്ടിൽ മാത്രം വർക്ക്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഹെക്കോബയിൽ നമ്മൾ ഫ്രണ്ട് ബാക്ക് സ്ലീവ് എല്ലായിടത്തും, സ്ലീവിൽ വിത്തൗട്ട് ലൈനിങ്. കുറച്ച് സ്കിന്നൊക്കെ കാണണ്ടല്ലേ. ഇതിനൊക്കെ കളർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ എല്ലാത്തിനും നമുക്ക് ഏത് കളി നമ്മൾ പാറ്റേൺസ് കാണിച്ച് പോവാട്ടോ. ഇനിയിപ്പോ ചിക്കൻ കറിയിൽ നോക്കുകയാണെങ്കിൽ ചിക്കൻ കറിയിൽ നമുക്ക് ഡിജിറ്റൽ പ്രിന്റിൽ വരുന്നുണ്ട്. ഇതൊന്നും എടുത്ത് കാണിക്കാം, കുറച്ച് വെറൈറ്റി ആണ്. ഇതാ ഒരു ഫുള്ളായിട്ട് നമുക്ക് കോട്ടാച്ചക്ക് മെറ്റീരിയൽ ആണ് അത്. അതിൽ ഫുൾ ചിക്കൻ കറി പോലെ ഫീൽ ചെയ്യും അവിടെ ഇരിക്കുമ്പോൾ. പക്ഷെ എടുത്തപ്പോൾ ഫുൾ ത്രെഡ് വർക്ക് ആണ് കേട്ടോ. നല്ല ഫ്രണ്ടും ബാക്കും തന്നെ ഉണ്ടല്ലേ, ഫുൾ വർക്ക് വരുന്നുണ്ട് അല്ലേ. ഇതാ ഫുൾ വർക്ക്, അത് ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഫുൾ കോട്ട ചെക്ക് മെറ്റീരിയൽ. അപ്പൊ എന്തൊക്കെ മെറ്റീരിയൽ നമ്മൾ കണ്ടു? ജോർജറ്റ് കണ്ടു, ഹക്കോബയിലെ കോട്ടണില് സിൽക്കി മെറ്റീരിയൽ കണ്ടു. അങ്ങനെ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. അടുത്തൊരു ഇനി വരുവാണെങ്കിൽ നമുക്ക് ജോർജറ്റിൽ മിഷൻ എംബ്രോയിഡറി വിത്ത് മിറർ വർക്ക് ആണ് വന്നേക്കുന്നത്. ഇതാ അപ്പൊ മെഷീൻ വർക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ, എംബ്രോയിഡറി വർക്കും ഇതൊക്കെ ഓൺ പ്രൊഡക്ഷനിൽ ചെയ്തെടുക്കാം. അപ്പൊ ഓൺ പ്രൊഡക്ഷൻ ആയിട്ടുള്ള കുർത്തീസ് വേണമെന്ന് വെച്ചാൽ 4th ഫ്ലോറിലേക്ക് ഓടി പോകുന്നവരുടെ കേട്ടോ. ബാക്കി എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ. ഇനി ഇതിന്റെയും കളർ ഓപ്ഷൻസ് ഉണ്ട്, ബ്രൈറ്റ് ചാർട്ടുകളാണ് ഇത് ഫുൾ അല്ലേ. അത് പിന്നെ ഓരോരോ ടൈമില് മാറി മാറി നിൽക്കട്ടെ, എപ്പോഴും മാറും. എപ്പോഴും പാറ്റേൺസ് ഡിസൈൻസ് ഒക്കെ മാറും, എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മള് ഹോൾസെയിലേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും മാറ്റം വരും. നമുക്ക് വെറൈറ്റി ഉള്ള ഒരു സാധനം കോട്ടൺ സിൽക്കിൽ കട്ട് വർക്ക് എംബ്രോയിഡറി ചെയ്തേക്കുന്നതാണ്. ഇതും ലൈനിങ് ഉണ്ട് അല്ലേ? ഇതും വേണ്ട, അത് ഉണ്ട് ഉറപ്പിച്ചു. ഇത് നമുക്ക് വർക്ക് ഇപ്പൊ യോക്കിലാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ബൂട്ട വർക്ക് വേണമെന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ. ഇനി ഇതിന്റെ കളർ ഷെയ്ഡ്സ് നോക്കുകയാണെങ്കിൽ നല്ല നല്ല കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സ് ആണ് ഒക്കെ ഇഷ്ടപ്പെടുന്ന. മെഹന്തി കളർ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, എല്ലാം എടുക്കാൻ തോന്നുന്നുണ്ട് ഇപ്പൊ. നല്ല അട്രാക്റ്റീവ്. ശരിക്കും ബ്ലാക്ക് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഒരു സ്ഥലത്ത് അങ്ങനെ ബ്ലാക്ക്, അതില് വന്നിരിക്കുന്നത് ആപ്ലിക് വർക്കാണല്ലേ വന്നിരിക്കുന്നത്.
ആപ്ലിക് വർക്ക് ആണ് കേട്ടോ. ആപ്ലിക് വർക്ക് പോലത്തെ രീതിയിലല്ലേ? ആപ്ലിക് വർക്ക് തന്നെ ഏകദേശം. അതില് പല മോഡൽസ്, പല എന്താ ഇതൊക്കെ നല്ല നല്ല ഷെയ്ഡുകൾ കേട്ടോ. എനിക്ക് എല്ലാതും ഇഷ്ടമായി എന്തായാലും. സൂപ്പർ. പിന്നെ നമുക്ക് വേറൊരു സ്റ്റിക്കർ വർക്ക് വരുന്നുണ്ട്. ഇതിന്റെ ആക്ച്വലി കളേഴ്സ് ഇപ്പൊ ഇച്ചിരി കുറവാണ്, പ്രൊഡക്ഷനിൽ നിൽക്കുവാണ് ഈ ഐറ്റം. ഓക്കെ. ഇത് നമ്മുടെ എപ്പോഴും ഒരു നല്ലോണം മൂവിങ് ആയിട്ടുള്ള, ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പാർട്ടി വെയറിൽ ഫെസ്റ്റിവൽസിന് ഇതിനൊക്കെ ഏറ്റവും അഫോർഡബിൾ റേഞ്ചിനൊക്കെ നല്ല നല്ല കളക്ഷൻസ് നമുക്ക് ഫെസ്റ്റിവലിന് തിളങ്ങാൻ പറ്റുന്ന കുറേ കളേഴ്സ് നമുക്ക് നെക്സ്റ്റ് 2-3 ഡേയ്സിനുള്ളിൽ ഇതിന്റെ കളേഴ്സ് ഒക്കെ നമുക്ക്. പ്രൊഡക്ഷൻ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാരണം പിന്നെ ഇല്ല എന്നുള്ളതില്ല. ഒന്നല്ലെങ്കിൽ ഇവിടെ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഗോഡൌണിൽ ഇല്ലെങ്കിൽ പ്രൊഡക്ഷൻ സ്ഥലത്ത് ഉണ്ടാവും, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടാവും. അതിന്റെ കളർ ഓപ്ഷൻസ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. നെക്സ്റ്റ് വീക്കിലേക്ക് ഫുൾ അപ്ഡേറ്റ് ആയിട്ട് വരും. ഒക്കെ കൂടുതൽ നമുക്ക് കളേഴ്സ് കാണാൻ പറ്റും. ഒക്കെ നല്ല തിളങ്ങണതും മിന്നണതും ഹാൻഡ് വർക്ക് ആയിട്ടുള്ളതും, കോട്ടൺ പ്ലെയിൻ വേണോ ഡെയിലി വെയർ വേണോ എങ്ങനെ വേണമെങ്കിലും ഉണ്ട്. നമുക്ക് ഡെയിലി വെയറിന്റെ കുറച്ച് കാണിച്ചു തരാം. മെയിൻ 198 നമ്മൾ പറഞ്ഞില്ലേ, 198 കുർത്തി. 198ന്റെ കുർത്തിയാണോ ഇത്? അടിപൊളി. അതും നല്ല കോട്ടൺ ആണല്ലോ. ഓ, ഇപ്പൊ റീറ്റെയില് 198 എന്ന് പറഞ്ഞിട്ട് കൊടുക്കണ ഐറ്റം ഒന്നും അല്ല കേട്ടോ. ഇതെന്ന് പറയുന്നത് നമുക്ക് നല്ല മാർജിൻ ഇട്ടിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. അത്രയും അഫോർഡബിൾ റേഞ്ചിലാണ് ഇവിടെ ഹോൾസെയിലിന് കിട്ടുന്നത്. ബൾക്കായിട്ട് എടുക്കണം. റീറ്റെയിൽക്കാർ വിളിക്കേ വേണ്ട, ഒരു പീസ് ഇവിടെ കിട്ടൂല്ല. ഇവിടെ ഇങ്ങനെ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെ സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ. പിന്നെ 3-4-5 പ്ലസ് സൈസിന്റെയും സെറ്റ് ആയിട്ടുണ്ട്. കടക്കാർക്ക് ഇത് കൊടുക്കുള്ളൂ. എന്നാലും ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഒരു കെട്ടെങ്കിലും എടുക്കേണ്ടി വരും. ആ കെട്ട് എന്നാലും എടുക്കാൻ നഷ്ടമില്ല, കാരണം 198 ഒരു കെട്ട് എനിക്ക് കിട്ടും. ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഡീല്. ഓക്കെ. അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ഇതാണോ? ഇതിന്റെ കളർ ചേഞ്ചസ് വരുന്നത് ഇതൊക്കെയാണ് അല്ലേ? ഇത് പിന്നെ പ്ലസ് സൈസിൽ വരുന്നത്. പ്ലസ് സൈസ് എന്ന് പറയുമ്പോ എങ്ങനെയാ നമുക്ക് കെട്ട് വരാ? 3XL, 4XL, 5XL. ഇതാ 3XL, പിന്നെ 4XL, 5XL, 6XL അങ്ങനെ. ഇത് ഇങ്ങനെ കാണിക്കായിരിക്കും നല്ലത്. ഇതാ 3XL, 4XL, 5XL, 6XL ഇല്ല. 6XL കസ്റ്റമറിന് ആവശ്യമുണ്ടെങ്കിൽ ചെയ്തുതരാം. അപ്പൊ 3 കെട്ടായിട്ട്. ഓക്കെ. പ്ലസ് സൈസിൽ വരുമ്പോ 3 വിത്ത് ലൈനിങ് തന്നെയാണ്. 3XL സൈസ്. അതും ചോദിക്കേണ്ട കാര്യമില്ല, ലൈനിങ് ഉണ്ട്. ലൈനിങ് ഉണ്ട്. അന്ന് പ്ലസ് സൈസുകാരായാൽ പോലും അവരുടെയിലായാലും കൂടുതൽ തുണി വേണം, എന്നാൽ പോലും അതിലും ലൈനിങ് ഇട്ടിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. കോട്ടൻ്റെ പക്ക കോട്ടൺ മെറ്റീരിയലിൽ നമുക്ക് ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷനാണ് കേട്ടോ. പ്രിൻ്റൊക്കെ നല്ല പ്രിൻറ്റുകളാണ്. പിന്നെ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. എപ്പോഴും ഇന്ന് കണ്ടതാവില്ല, നമുക്ക് നാളെ കാണാൻ പറ്റുക കേട്ടോ. അടുത്തത് നമുക്ക് ഓർഗൻസ് ഒന്ന് കാണാം. ഹാൻഡ് വർക്ക് ചെയ്ത ഓർഗൻസിൽ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളത് അല്ലേ? ഇതാ ഇതിൽ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വർക്കും ഉണ്ട്. ഡിജിറ്റൽ പ്രിന്റിന്റെ വർക്ക് വന്നിട്ട്, സ്ലീവിലും വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയും കളർ ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ ഇതാ ഇത് ലൈറ്റിൽ വരുന്നുണ്ട്, ഡാർക്ക് ഷാർട്ടിലും വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ കളർ ഓപ്ഷൻസാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വെറൈറ്റികളുണ്ട്. ഞാൻ കുറച്ച് അവിടെ നിന്ന് ഇവിടെ നോക്കി ആയിട്ട് കാണിക്കുന്നത്. പിന്നെ അടുത്തത് പിന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന്. ഓക്കെ. ഇങ്ങനെ പാമ്പും കൂടി കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലേ ഇവിടെ, മൊത്തത്തിൽ വട്ടം കറങ്ങി കളിക്കാൻ. നമുക്ക് യൂണിറ്റിലേക്ക് എന്തായാലും കൊണ്ട് കാണിച്ചിട്ടുണ്ടോ? യൂണിറ്റ് ഉണ്ടല്ലോ അല്ലേ? യൂണിറ്റ് ഉണ്ട്. നമുക്ക് അവിടെ പ്രൊഡക്ഷൻ ഡിസൈനറിന്റെ ഒരു ലേഡി ഉണ്ട്. എല്ലാവരും ഉണ്ടാവും. ഒക്കെ പിന്നെ ഓൺലൈൻ ടീമും ഇരിക്കുന്നുണ്ടാവും. നമുക്ക് വാട്സപ്പിൽ ഓൺലൈൻ ടീം വേറെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഉണ്ട് അല്ലേ? ഓക്കെ. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ സിൽക്ക് മസ്ലിൻ സിൽക്കിൽ ഫോയിൽ പ്രിന്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഹാൻഡ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് എ-ലൈൻ കുർത്തിയാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇതിലും നമുക്ക് സൈസസ് ഒക്കെ അവൈലബിൾ ആണ്. മസ്ലിൻ ഫാബ്രിക്കിൽ, അതുപോലെ തന്നെ ഹാൻഡിലും അത്യാവശ്യം വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൺ പ്രൊഡക്ഷൻ ആണ്. നമുക്ക് എന്തായാലും യൂണിറ്റിൽ പോയിട്ട് യൂണിറ്റ് കാര്യങ്ങളും ഡിസൈനർ എല്ലാവരും ഇതൊക്കെ നല്ല ഭംഗിയിൽ ആക്കി തന്നെ ആ ഡിസൈനറും കൂടി ഒന്ന് കാണാം നമുക്ക്. ഓക്കെ. അപ്പോൾ ഇതിന്റെ കളർ ഓപ്ഷൻസ് ആണ് ഈ കളർ ഓപ്ഷൻസ്. ഇതിൻ്റെ അകത്ത് പല പ്രിന്റുകളും വരും. മസ്ലിന്റെ ഫാബ്രിക് തന്നെ, മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിൽ തന്നെ പ്രിന്റുകൾ മാറി മാറി വരും. സെയിം മെറ്റീരിയലിൽ ഒരു കോംപ്രമൈസ് ഇല്ല, സെയിം മെറ്റീരിയൽ ആയിരിക്കും. പിന്നെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ വ്യത്യാസമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ വരുന്നത് നമുക്ക് ഫ്രോക്ക് ടൈപ്പാണ് അത്. ഒരു ഫ്രോക്ക് ടൈപ്പ് അല്ല, ഫ്രോക്ക് അല്ല, ജാക്കറ്റ് ടൈപ്പ് ആയിട്ട് ഹാൻഡ് വർക്ക്. ഓക്കെ. ഇത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇത് വരുന്നത്.
പിന്നെ ഇതിന് യോക്കിൽ ഇങ്ങനെ ഒരു വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉടുത്ത് വരുമ്പോൾ കറക്റ്റ് കിട്ടുള്ളൂ. ഇതിങ്ങനെ നമ്മൾ കാണുമ്പോൾ അതിന്റെ ഒരു ഒന്നിങ്ങനെ ഡമിയില്ല, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇട്ട് കാണുമ്പോൾ ഇതിങ്ങനെ വെറുതെ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗിയില്ല. ഇപ്പൊ നമ്മൾ ഇട്ട് വരുമ്പോൾ ഒരു ഭംഗി കൂടിയത് കണ്ട ഒരു ബ്രൈറ്റ്നെസ് വരുമ്പോൾ അതേപോലെ തന്നെയാണ്. ഇപ്പൊ ഇതിലും കളേഴ്സ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഒരു കാന്ത പ്രിന്റ് ആണോ അത്? ഇത് ഹാൻഡ്ലൂമിൽ വരുന്ന ഓക്കെ പാനൽ കട്ടിങ് അല്ലേ? അംഗ്രക്ക സ്റ്റൈലിലാണ് യോക്ക് കൊടുത്തിരിക്കുന്നത്, ഹാഫ് ആൻഡ് ഹാഫിൽ കേട്ടോ, അംഗ്രക്ക സ്റ്റൈലിൽ. പിന്നെ സ്ലീവ് വരുന്നത് 3/4 ആണ്. ഈ കാണുന്നത് മൊത്തം പ്രിന്റ് ആണ് കേട്ടോ പോയിക്കണത്. നമുക്ക് ഫ്രണ്ടും ബാക്കിലും പാനൽ വന്നിരിക്കുന്നത്. ഇത് ഭയങ്കര വലിയ സൈസ് പോലെ ഫീൽ ചെയ്യുന്നത്, 42 എക്സൽ സൈസ്. പക്ഷെ നല്ല വിരിവും ഉണ്ട്. പിന്നെ പക്ക സ്റ്റിച്ചിങ്ങോട് കൂടിയിട്ടാണ് നമുക്ക് ചില സ്ഥലത്തൊക്കെ പറയുമ്പോൾ ഒരു ഒറ്റ വലിയ കാണിയിൽ പിന്നെയും വീട്ടിൽ വന്നിട്ട് നമ്മൾ ഫുൾ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. അപ്പൊ പ്രൊഡക്ഷൻ സ്ഥലത്ത് തന്നെ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഉടുക്കാൻ ഭയങ്കര സുഖം. അതെ. ഇത് വിചിത്രയിൽ A-line ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു എപ്പോഴും ഹാൻഡ് വർക്ക് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, സെയിം ഹാൻഡ് വർക്ക് എപ്പോഴും കിട്ടില്ല. ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒന്നിങ്ങനെ നമുക്ക് നെക്കിൻ്റെ ഒരു പോർഷനിൽ വരും, അല്ലെങ്കിൽ യോക്ക് ഫുള്ളായിട്ട് വരും, അല്ലെങ്കിൽ ഈ ഒരു പോർഷനിൽ അങ്ങനെ വ്യത്യാസങ്ങളായിട്ട് നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. വിചിത്ര സിൽക്കിൽ തന്നെ ഇതൊക്കെ അതിൻ്റെ കളേഴ്സാണ് കേട്ടോ വരുന്നത്. വിചിത്ര സിൽക്കിൽ മെറ്റീരിയൽ കളേഴ്സ് 2 കളർ ഓപ്ഷൻസ് ഇപ്പോൾ തൽക്കാലം ഉണ്ട്. അങ്ങനെ വെറൈറ്റികളുണ്ട് കേട്ടോ. പിന്നെ ഇത് പാച്ച് വർക്കിൽ വരുന്നത് കോട്ടണിൽ, അതും A-line അനാർക്കലി സ്റ്റൈൽ. ബാക്കിൽ നമുക്ക് ടൈ ചെയ്യാനും പറ്റും. ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഡ്രോ സ്ട്രിങ്ങും കൊടുത്തിട്ടുണ്ട്. നമുക്ക് A-line ആണ്, A-line അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു അനാർക്കലി സ്റ്റൈൽ എന്നൊക്കെ പറയാം. അതിൽ വിനക്ക്, അതിൽ യോക്കിൽ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലും നമുക്ക് പാച്ച് വർക്കും അതുപോലെ തന്നെ പ്രിന്റുകളും ഇങ്ങനെ മാറി മാറി വരുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഈ കണ്ട ഇത് എന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയ പ്രിന്റാണ്. ആ സെയിം പ്രിന്റിൽ നമുക്ക് ഈ ഒരു കളർ ഓപ്ഷൻസും വരുന്നുണ്ട്. കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഉണ്ട്. ഇപ്പൊ ഇത് പ്ലെയിനില് നമുക്ക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഇത് വരുമ്പോൾ നമുക്ക് കാന്ത പ്രിന്റിൽ അതിൽ പ്രിന്റ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ആയിട്ട് എങ്ങനെ നോക്കിയാലും നമുക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. കുറേ കളക്ഷൻസ് നമുക്കുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഹാൻഡ്ലൂമിൽ തന്നെ എനിക്ക് ഇങ്ങനത്തെ പാറ്റേൺ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു എലഗന്റ് പാറ്റേൺ ആണ്. ഇത് എപ്പോഴും എവർഗ്രീൻ ആയിട്ട് നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. പിന്നെ കംഫർട്ടബിളും കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ ഒരു ടൈം ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, ഭയങ്കര കംഫർട്ടബിൾ ആയി. കാരണം ഇതിന്റെ ഫ്ലീറ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു ബ്രസ്റ്റിന്റെ മുകളിൽ സൈഡിൽ കൂടെ ആയതുകൊണ്ട് തന്നെ നല്ല തുണിക്ക് വിരിവ് ഉണ്ടാവും, നമുക്ക് ഉടുക്കാൻ സുഖം ഉണ്ടാവും. വയറിന്റെ സൈഡിലൊക്കെ നല്ല കംഫർട്ടായിട്ട് ലൂസായിട്ട് കിടക്കും. ഇനി ഇതന്നെ നിങ്ങൾക്ക് മെറ്റർണിറ്റി ആയിട്ട് വേണമെന്ന് വെച്ചാൽ പറയുകയാണെങ്കിൽ ഇവിടെ ഒന്ന് സിബ് വെച്ച് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഹിഡൻ സിബൊക്കെ വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയും ചെയ്ത് തരും. അപ്പോൾ ഒരു നല്ലൊരു മെറ്റീരിയലിൽ നല്ല വെറൈറ്റി കളക്ഷൻ. ഈ കളറൊക്കെ നല്ല അടിപൊളിയാണല്ലോ, കണ്ടോ? നല്ല ഭംഗിയുള്ള കളറല്ലേ അത്. 2 ഷെയ്ഡ് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇതിന്. 2 ഷെയ്ഡ് മീൻസ് ഡബിൾ ടോൺ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കഴിക്കണം, കുറേ ഇരിക്കേണ്ടത് എല്ലാതും കാണിക്കാൻ പോസിബിൾ അല്ലല്ലോ. ഇനി ഒരു സിമ്പിൾ കോട്ടണിൽ വരുന്നതാണിത്. പാച്ച് വർക്ക് ആയിട്ടുള്ളത് അല്ലേ? പാച്ച് വർക്കിൽ നല്ല അടിപൊളി ഗ്രീൻ ആട്ടോ, നല്ല ബ്രൈറ്റ് ഗ്രീൻ, ബ്രൈറ്റ് ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ ആ ഒരു ഷെയ്ഡിൽ. അതിൽ പിസ്ത ഗ്രീനും ഒക്കെ കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. അതിൽ ഇതേ കളർ ഓപ്ഷൻസ് വരുന്നത് ഇപ്പോൾ 3 കളേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും ചിലപ്പോൾ ഈ ഐറ്റം പോയിട്ടുണ്ടാവും, അപ്പോഴേക്കും വേറെ ഐറ്റം വരും. ഇതിനേക്കാളും നല്ല കളക്ഷൻസ് ഇനിയും കാണാൻ പറ്റും നിങ്ങൾക്ക്. പല പ്രിന്റിൽ പല പ്രിന്റ് ആയിരിക്കും വരുന്നത് കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രിന്റുകളൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് അജ്രക് ഹാൻഡ് വർക്ക് വിത്ത് കാത്ത. അജ്രക്കിന്റെ പാച്ച് വർക്ക് കാത്തര പ്രിന്റിലാണ്. ബോഡി ഫുള്ള് ഇത് അനാർക്കലി സ്റ്റൈലിൽ കണ്ടപ്പോ എന്താ പറയാ, നമുക്ക് കൺഫ്യൂസ് ഇതാണോ ഇതാണ്. പക്ഷെ ഒക്കെ നല്ല അടിപൊളി വെറൈറ്റികളാണ് കേട്ടോ. ഇതിലും ഡ്രോസ്ട്രിങ് ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. കാന്തര ഇത് പ്രിന്റൊക്കെ വന്നിട്ടുള്ള കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇതിന്റെ കളർ ഓപ്ഷൻസ് ആണ് കേട്ടോ. ഈ കാണുന്നത് മൊത്തം കളർ ഓപ്ഷൻസ് ആണ്. കാന്ത പ്രിന്റിൽ തന്നെ കുറേ ഉണ്ട്. ഇതിൽ പല വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ ഇത് കാന്ത പ്രിന്റിൽ തന്നെ ഇതിൽ ഡിസൈൻസ് എന്നിട്ട് യോക്കിന്റെ നമുക്ക് ഹാൻഡ് വർക്ക് ഒക്കെ ഇങ്ങനെ മാറി ഇതാകുമ്പോൾ കാന്തയിൽ തന്നെ ഒരു ചെറിയ പ്രിന്റും ഇത് സൈഡ് ഓപ്പൺ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത് അല്ലേ?
സ്ട്രേറ്റിൽ വരുന്നത് കേട്ടോ. അപ്പോൾ സൈസസ് വരുന്നത് വീണ്ടും പറയുകയാണ് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസസ് വേണമെന്ന് പറയുകയാണെങ്കിൽ ബൾക്കായിട്ട് ഓർഡർ കൊടുക്കുകയാണെങ്കിൽ തയ്പ്പിച്ച് തരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണമെന്ന് വെച്ചാൽ ആ മെറ്റീരിയൽ പറഞ്ഞ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഓൺ ബ്രാൻഡിങ് പറയുകയാണെങ്കിൽ അത് ചെയ്തു തരും. ലേബിളിംഗ് ഒക്കെ ചെയ്തു തരും നമ്മുടെ പേരിലുള്ളത് വേണമെന്ന് വെച്ചാൽ. ഇത് ജോർജറ്റിൽ അജ്രക് പ്രിന്റിൽ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത്. ഇത് നമുക്കൊരു മെറ്റേണിറ്റി ആയിട്ട് സിബ് വർക്ക് ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്ത് തരും. അപ്പോൾ ഈ ഒരു ഡിസൈൻ, ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതിൽ മെറ്റേണിറ്റി വേണമെന്ന് പറയുകയാണെങ്കിൽ മാത്രം. അല്ലാത്ത മെറ്റേണിറ്റി കുറേ ഉണ്ട്. പാർട്ടി വെയർ മെറ്റേണിറ്റി ഉണ്ട്, ഡെയിലി വെയറിന് പറ്റിയതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 198ന്റെ നമ്മൾ ഒരെണ്ണം കണ്ടു. ഇനി അത് കൂടാണ്ട് അതിന്റെ ഫ്രോക്ക് മോഡൽ ഉണ്ടല്ലോ, നമുക്ക് അപ്പുറത്തെ സൈഡിൽ കാണാം. അപ്പുറത്തെ സൈഡിലാണ് 198ന്റെ ഒരു കുർത്തി കൂടി ഉണ്ട്. അതും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇതാണോ 198ന്റെ ഫ്രോക്ക് മോഡൽ? ഓക്കെ, 198ന്റെ കേട്ടോ. നല്ല വലിപ്പമുണ്ടല്ലോ, നല്ല ഫ്രോക്ക് മോഡൽ. എന്നാ ഇത് എന്താ പറയാ, നല്ല പ്രിന്റിലും നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആണ് ഇത്. 198. അപ്പൊ നമുക്ക് പുറത്ത് മാർജിൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 700, 800 ഈസി ആയിട്ട് നമുക്ക് ഇതിന് കിട്ടും. അത് നല്ല അതാ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കതൊരു ശരിക്കും ഒരു പഫ് പോലെ ഒരു ഫീലിംഗ് വരും നമുക്ക് കേട്ടോ. പുള്ളി 198 ഫ്രോക്ക് മോഡൽ, അടിപൊളി കേട്ടോ. അപ്പോൾ ഇതും ബൾക്കായിട്ട് തന്നെ എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത കളക്ഷൻസിലേക്ക് നമുക്ക് കിടന്നാലോ. അടുത്തത് കുറേ ഉണ്ട് കാണിക്കാൻ. ഞാൻ ഓടിപ്പിക്കാം അല്ലേ? ഇനി നമുക്ക് ഇതൊരു പുതിയ വന്നൊരു മോഡലാണ്. ഇത് കണ്ടിട്ട് പോവാം. ഇത് നല്ലൊരു സിൽക്കി മെറ്റീരിയലിൽ നമ്മൾ തന്നെ മെഷീൻ എംബ്രോയിഡറി ചെയ്തെടുത്തേക്കുന്നത്. പക്ഷെ മെറ്റീരിയൽ നല്ലതാണ് കേട്ടോ. വളരെ സോഫ്റ്റ് മെറ്റീരിയൽ. സോഫ്റ്റ് നല്ലൊരു എന്ന് വെച്ചാൽ കാണുമ്പോൾ നമുക്കൊരു ലൈക്ര പോലെ ഇങ്ങനെ വലിക്കാൻ തോന്നും. പക്ഷെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നല്ലൊരു സിൽക്കി മെറ്റീരിയൽ. പക്ഷേ ഈ മെറ്റീരിയലിന് എന്തോ പേരുണ്ട്. ആ പേര് ഇപ്പം എനിക്ക് വയൽ കിട്ടുന്നില്ല. പക്ഷെ ഇതിന്റെ കളർ ഓപ്ഷൻസ് ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് നൈറ്റ് വെയറിനൊക്കെ പറ്റിയ നല്ലൊരു എലഗന്റ് കളറാണ്. ഇതിന്റെ കളർ ഓപ്ഷൻസ് കേട്ടോ. ഇതൊക്കെ ഇതിന്റെ കളേഴ്സാണ് വരുന്നത്. ഇത്രയും കളേഴ്സ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ എംബ്രോയ്ഡറി നിങ്ങൾക്ക് കുറഞ്ഞു പോയി, നിങ്ങൾക്ക് കൂടുതൽ എംബ്രോയ്ഡറീസ് വേണമെന്ന് പറയുകയാണെങ്കിൽ ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കും. അതുപോലെ നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണോ അതിനാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലേ? പിന്നെ 4ാമത്തെ ഫ്ലോറിലാണ് നിൽക്കണം. ഇത് ഇവിടെ തന്നെ തീർന്നു പോയി. ഇനിയും കുറേ കളക്ഷൻസ് കാണിക്കാനും ഫ്ലോറിൽ കാണാനുണ്ട്. ഇനി ഗ്രൗണ്ട് ഉണ്ട്, ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, തേർഡ് ഉണ്ട്. അത് അപ്പോൾ കുറച്ചുകൂടി കണ്ടിട്ട് പോകാം. അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. എനിക്ക് ഒരു ധൃതിയുമില്ല. ഞങ്ങൾക്ക് അതെ ഒരു ചായ ഗ്ലാസ് പിടിച്ച് അവിടെ ഇരിക്കുകയാണ് ഞങ്ങളുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. ഓരോന്ന് കണ്ടിട്ട് തന്നെ പോകണുള്ളൂ. ഇതൊരു ഡെയിലി വെയർ, ഇപ്പൊ ടീച്ചേഴ്സിനൊക്കെ പറ്റിയ ഒരു, ഇപ്പൊ സ്കൂളിലേക്കൊക്കെ കുർത്തീസൊക്കെ ഇടാമല്ലോ ടീച്ചേഴ്സിന്, അവർക്കൊക്കെ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ഇല്ല, വളരെ സിമ്പിൾ സൈഡ് ഓപ്പൺ കുർത്തീസാണ്. കുർത്തി ഇപ്പൊ ഇതൊക്കെ ഇപ്പൊ ഈ നമ്മുടെ വീഡിയോ കൂടെ കാണുന്നുണ്ട്. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ, വീഡിയോ കോളിന്റെ ഓപ്ഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ വാട്സാപ്പിലൂടെ നമ്മൾ ഫോട്ടോസ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന്. ആവശ്യം നമ്മൾ എത്ര റേറ്റ് പറയണ ആ ബഡ്ജറ്റിനനുസരിച്ചിട്ട് അങ്ങനെ അയച്ചു കൊടുക്കാം. അങ്ങനെ അയച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ എന്താണ് റിക്വയർമെന്റ് അത് പറയാന്ന് വെച്ചാൽ വാട്സാപ്പിൽ വീഡിയോ കോൾ ത്രൂ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ കണ്ടന്റ് കളർ ഓപ്ഷൻസ് ആണ് ഈ കാണുന്ന മൊത്തം കേട്ടോ. അതിൽ അജ്രക്കിന്റെ പ്രിന്റിൽ വേണമെങ്കിൽ അങ്ങനെയും വരുന്നുണ്ട്. നമുക്ക് ഏത് മോഡൽ വേണമെങ്കിൽ പറയുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കേട്ടോ. ഇനി അപ്പുറത്തെ സൈഡിൽ ഇവിടെ ഒക്കെ കളക്ഷൻസ് ഇരിക്കുന്നുണ്ട്. എല്ലായിടത്തും കളക്ഷൻസ് ആണ് ഇരിക്കുന്നത്. ഇത് ഫ്രോക്ക് മോഡലോ? ഫ്രോക്ക് നല്ലൊരു നല്ലൊരു ഗ്രീൻ. അതിൽ യോക്കിൽ ഈ ജോർജറ്റ് എന്ന് പറയുമ്പോൾ ജോർജറ്റിൽ തന്നെ പലതരം ജോർജറ്റ് ഉണ്ട്. പക്ഷെ ഇത് പിടിച്ചപ്പോൾ സോഫ്റ്റ് ജോർജറ്റ്, ഭയങ്കര സോഫ്റ്റ് എന്ന് പറയും. ഇങ്ങനെ ഇതിന് വളരെ സോഫ്റ്റ് ആണ്. നമ്മൾ ഹാൻഡ് വർക്ക് ഇത് ചെയ്യാൻ നേരത്ത് വളരെ അറ്റ്മോസ്റ്റ് കെയറിൽ വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ക്ലോത്ത് ഡാമേജ് ആവാനും ഹൈ ചാൻസ്. നമ്മൾ അത്രയും പ്രിസൈസും വളരെ ശ്രദ്ധിച്ചാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത്ര എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ്, ഭയങ്കര നമ്മുടെ എന്താ മൈസൂർ പാക്കൊക്കെ വായിലിട്ട് അലിഞ്ഞു പോകുന്നൊരു ഫീലാട്ടോ എനിക്ക്. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് അല്ലേ? ഓക്കെ. ഇതിന്റെ കളർ ഓപ്ഷൻസ് ആണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. കണ്ടോ? അപ്പോൾ ഇനി ഇത് കൂടാതെ നമുക്ക് വിചിത്രയിൽ തന്നെ കുറേ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. വിചിത്രയിൽ ആലിയ പാറ്റേണിലാണ് വരുന്നത്. അതിൽ ഇത് പ്ലെയിൻ ആണെങ്കിൽ അത് പ്രിന്റ്, ഇത് പ്ലെയിനിൽ നമുക്ക് ഫുൾ ഹാൻഡ് വർക്ക്. ഇനിയിപ്പോൾ പ്ലെയിൻ വേണ്ട, നമുക്ക് കുറച്ച് പ്രിന്റിലൊക്കെ വേണമെന്ന് പറയുകയാണെങ്കിൽ സെയിം ഇതിൽ തന്നെ നമുക്ക് പ്രിന്റിലും അവൈലബിൾ ആണ്. സെയിം ഡിസൈൻസ് ഇതൊക്കെ സെയിം ആയിരിക്കും കേട്ടോ. അങ്ങനെ പല മോഡൽസും പല പ്രിന്റ്സിലും കിട്ടും കേട്ടോ. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ.
ഇനി നമുക്ക് അടുത്തൊരു ഫ്രോക്ക് മോഡൽ കാണാം. ഇതും ജോർജറ്റിൽ തന്നെ വരുന്നതാ. ജോർജറ്റ് അത് പ്രിന്റഡ് ആയിട്ട് വരുന്നത് കേട്ടോ. അതിൽ ബ്ലാക്ക് മറൂൺ ഉണ്ട്, ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് പഫ് മോഡൽ ഫ്രോക്ക് ടൈപ്പ്. ഇതിൽ വർക്ക് ഇതാണ് ഇതിൻ്റെ കളർ ഓപ്ഷൻസ് വരുന്നത് കേട്ടോ. ഇത് ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഇതൊരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. അങ്ങനെ പിന്നെ വരുന്നുണ്ട് കേട്ടോ. അതായത് ബ്ലൂ അല്ല പിങ്ക്, പീച്ച് പിങ്ക് എന്നാ പറഞ്ഞ ഒക്കെ കാണുന്നതൊക്കെ മഞ്ഞാന്ന് പറയില്ലേ, അതേപോലെയാണ് എല്ലാ കളേഴ്സും. പ്ലെയിനിൽ നമുക്ക് നെറ്റിൽ ജോർജറ്റിൽ തന്നെ നെറ്റിൽ വരുന്ന മോഡലാണ്. ഓ എ ലൈനിൽ അല്ലേ. ഇനിയിപ്പോൾ എ ലൈൻ വേണ്ട, നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ അനാർക്കലി സ്റ്റൈലിൽ അങ്ങനത്തെ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ ബൾക്കായിട്ട് തന്നെ ഓർഡർ കൊടുക്കും. സെറ്റ് വൈസ് ആണ് സെറ്റ് വൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബൾക്കായിട്ട് നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് വരുമ്പോൾ കുറച്ച് ബൾക്കായിട്ട് ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ വരുന്നത് ഇതും റയോണിൽ പ്ലെയിൻ, ഇതിൽ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത്. യോക്കിൽ വരുമ്പോൾ നമുക്ക് പ്ലെയിനിൽ അതിൽ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. അടിയിൽ വരുമ്പോൾ നമുക്ക് മൊത്തം വലിയ പ്രിന്റുകളൊക്കെ ആയിട്ട് വരുന്നത്. അത് ഫ്രണ്ട് മാത്രമല്ല ബാക്കിലും ആ ഒരു വർക്ക് ഫുള്ള് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല കംഫർട്ടബിൾ ടൈപ്പ് ആയിട്ടുള്ള ഇത് നമുക്ക് ഇടുമ്പോൾ ഫീഡിംഗിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സ്റ്റോക്ക് തീർന്നിരിക്കുക. നല്ലൊരു ഹെവി ഡിമാൻഡുള്ള ഒരു ഐറ്റം ആയിരുന്നു. അറിയൂല അങ്ങനെ നമ്മുടെ ആ ഒരു ട്രെൻഡ് മിസ്സാവില്ല. നമ്മളിപ്പോൾ പ്രഗ്നന്റ് സ്റ്റേജിലായാലും പോലും നമുക്ക് ആ ഒരു ഡ്രസ്സ് ഇടണമെന്ന് ഫീൽ ചെയ്താൽ അതുപോലും നമുക്ക് ഇവിടുന്ന് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ആ ഒരു സ്റ്റേജിലായാലും നമുക്ക് നമ്മുടെ ഫാഷൻ മറക്കാൻ പാടില്ല അല്ലേ. യെസ്, ഇത് കോട്ടൺ സിൽക്കിൽ ഹാൻഡ് വർക്ക് വരുന്നതാണ്. വർക്ക് എന്ന് പറയുമ്പോൾ യോക്കിലാണ് കേട്ടോ ഫുൾ വർക്ക് വരുന്നത്. പിന്നെ ഏത് കാണിച്ചാലും അതിലെല്ലാത്തിനും ലൈനിങ് ഉണ്ട്. ഞാൻ ഇനി എടുത്തെടുത്ത് പറയില്ല, അതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ തൊട്ട് ഫീൽ ചെയ്യാൻ കാണാം. ഇതിൻ്റെ കളർ ഓപ്ഷൻസ് ആണ് ഇത്രയും കളർ ഓപ്ഷൻസ് വരുന്നത്. പിന്നെ ഇത് കാണുന്നത് നിങ്ങൾക്ക് സ്റ്റോക്ക് അല്ല കേട്ടോ. ഇത് കാണുന്നത് വെറും സാമ്പിൾസ് ആണ്. ഇപ്പൊ ഈ ഏരിയ മൊത്തം നിങ്ങൾ കാണുന്നത് വെറും സാമ്പിൾസ് മാത്രമാണ്. ഗോഡൌണിൽ ഇനിയും നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഗോഡൌൺ ഇവിടെ അടുത്ത് തന്നെയല്ലേ, ഗോഡൌൺ തൊട്ടടുത്ത്. അപ്പൊ അവിടെയും കൂടി കാണാം. നമുക്ക് കണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് നോക്കിയിട്ട് നമുക്ക് വരാം കേട്ടോ. എന്തായാലും അപ്പൊ ഇവിടത്തെയും കൂടി കണ്ടല്ലോ കുറച്ചുകൂടി. ഇത് വിചിത്രയിൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത്. വിചിത്രമൊക്കെ ഇപ്പോഴും നല്ല മൂവിങ്, നല്ല മൂവിങ്. അതിലും നല്ല ഷെയ്ഡുകളും വരുന്നത്. പക്ഷെ ഒക്കെ കൂടുതൽ ഡാർക്ക് ഷെയ്ഡ്സ് കൂടുതൽ വരുന്നത് കേട്ടോ. ഇതില് ഇതൊക്കെയാണ് അതിന്റെ കളർ സ്റ്റാർട്ട് വരുന്നു. ഇത് സെയിം അതിൽ തന്നെ നമ്മൾ എംബ്രോയിഡറിയും ചെയ്തേക്കുന്നത്. വിചിത്രയില് തന്നെ അല്ലേ. എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ളത് വീനെക്കിലാണ്. ഇത് ഫ്രോക്ക് മോഡലായിട്ട് വരുന്നത്. കുർത്തി വേണമെന്ന് വെച്ചാൽ കുർത്തി മോഡൽ വരുന്ന എ ലൈൻ വരുന്നുണ്ട്, സ്ട്രൈറ്റ് കുർത്തി വരുന്നുണ്ട്, ഫ്രോക്ക് ടൈപ്പ് വരുന്നുണ്ട്, പഫിൽ വരുന്നുണ്ട്, ലോങ് സ്ലീവ് വേണോ, ഷോർട്ട് സ്ലീവ് വേണോ, 3/4 വേണോ, അങ്ങനെ വെറൈറ്റീസ് ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ജോർജറ്റിൽ ഫുൾ ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ഒരു കളക്ഷൻ, നല്ല ബ്ലാക്ക്, നല്ല ജെറ്റ് ബ്ലാക്കിൽ വൈറ്റ് ത്രെഡ് വെച്ചിട്ട് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിലും നല്ല ഷെയ്ഡുകൾ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ഷെയ്ഡ്സ് ആണ്. ഇത് ഒരു മറൂൺ ആണെങ്കിൽ ഇതൊരു പിങ്ക് ടൈപ്പ് ആയിട്ട് അങ്ങനെ ഒരു വൈൻ കളർ, അങ്ങനെ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഫോയിൽ പ്രിന്റിലും വരുന്നുണ്ട് അല്ലേ. ഫോയിൽ പ്രിന്റിൽ നമ്മൾ യോക്ക് പ്ലെയിൻ വെച്ച് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്ന ഒരു മോഡൽ. ഇത് നമുക്ക് ലൈൻ ആ ഒരു ഇതിൽ വർക്ക് വന്നിട്ടുള്ളതാണ്. വീനെക്കാണ്. ഇതിന്റെ വീനെക്കിൽ നമുക്ക് യൂനെക്കും പല നെക്ക് ഏതാ വേണ്ടെന്ന് വെച്ചാൽ അതും പറഞ്ഞാലും ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ നല്ല കോട്ടണിൽ ഒരു സംഭവം ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഇത് 3 പീസ് ആണ്. 3 പീസിന്റെ കളക്ഷൻസ് ഇവിടെ തന്നെയാണോ താഴത്താണ് കേട്ടോ. ഇതിന്റെ വർക്കൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള വർക്കുകളാണ് കേട്ടോ. ഫുൾ പൈപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഇതും ഇവരുടെ ഓൺ പ്രൊഡക്ഷനിൽ വരുന്ന കളക്ഷനാണ്. ഇതുപോലെ നല്ല കളേഴ്സും ഇനിയും കിട്ടും നമുക്ക്. വെറൈറ്റീസ് ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മൾ 3 പീസ് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു ഡിസ്പ്ലേ മാത്രം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടിഷ്യൂല് ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ. ഇത് ഫുൾ വന്നിരിക്കുന്ന വർക്ക്. അതിൽ സൈഡ് സ്ട്രൈറ്റ് കുർത്തിയാണ് വരുന്നത്. അപ്പൊ അതിന്റെ അടുത്ത ഇതിന്റെ കളേഴ്സ് എന്ന് പറയാനായിട്ട് ഡിഫറെന്റ് പ്രിന്റുമാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ പ്രിന്റുകൾ ഇങ്ങനെ മാറി നിൽക്കും. ഇതാണ് ഇതിന്റെ കളർ ഓപ്ഷൻസ് വരുന്നത് കേട്ടോ. ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. ഡിഫറെന്റ് പ്രിന്റിലും നമുക്ക് അവൈലബിൾ ആണ്. വലുതും ചെറുതുമായിട്ട് പല പ്രിന്റ്സിൽ വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ വിചിത്രയില് നമ്മള് മിഷൻ എംബ്രോയിഡറി കണ്ടിട്ടില്ലല്ലോ. വിചിത്രയില് ഹാൻഡ് വർക്കാണ് വന്നത്.
ഇത് ഫുൾ പാച്ച് വർക്കിൽ നമുക്ക് മിഷൻ എംബ്രോയിഡറി ചെയ്തേക്കുന്നത്. ചെയ്തിരിക്കുന്നത്. അതിനും ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് മൊത്തം അതിൻ്റെ കളർ ഓപ്ഷൻസ് ആണ് വരുന്നത് കേട്ടോ. ഈ ഫുൾ കാണുന്നത് ഇതിൻ്റെ കളർ ഓപ്ഷൻസ്. പിന്നെ നമുക്ക് ഇത് വിചിത്രന്യ അല്ല ജോർജറ്റ് അല്ലല്ല, ഇത് കോട്ടൺ. തൊടുമ്പോഴാണ് ആ ഒരു കോട്ടൻ്റെ അത് ഈ ഒരു പോർഷൻ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഇത് വിചിത്രയാണ്. വിചിത്രയുടെ പാച്ച് വർക്ക്, അതിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കോട്ടന്റെ മെറ്റീരിയൽ സെൽഫ് വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സെൽഫ് ഡിസൈൻ ആണ് കേട്ടോ. ഇതിലും കളർ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ കുറെ നമുക്ക് എന്താ പറയാ കോട്ടന്റെ നോർമൽ ആയിട്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ വേണ്ട, ഇത് ഇങ്ങനെ ഫുൾ വീവിങ് ആയിട്ടുള്ള നമുക്ക് കോട്ടന്റെ വെറുതെ ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അതിൽ നമുക്ക് റൗണ്ട് നെക്ക്, ചൈനീസ് കോളർ നെക്ക്, പിന്നെ അങ്ങനെ നെക്കിന്റെ തന്നെ ഡിഫറൻസ് വരുന്നുണ്ട്. ലൈറ്റ് ചാർട്ടിലും വരുന്നുണ്ട് കേട്ടോ. പിന്നെയും വരുന്നത് ടൈ ആൻഡ് ഡൈ ഓടിപ്പിച്ചോണ്ട് കാണണം, കാരണം ഇനിയും സ്ഥലങ്ങൾ കാണാൻ കിടക്കുന്നുണ്ട്. ഇതാ ടൈ ആൻഡ് ഡൈയിൽ ഫ്രോക്ക് മോഡലായിട്ട് വരുന്നുണ്ട്. അതിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് പഫ് സ്ലീവില്. ഇതിന്റെയും കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഇത് ടൈ ആൻഡ് ഡൈ ആണെങ്കിൽ ഇതിന്റെ തന്നെ പ്ലെയിനിൽ വരുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നത് പ്ലെയിനിലാണ് ഇതിന്റെ വരുന്നത്. നമുക്ക് പ്രിന്റിലും വരുന്നുണ്ട്, പ്ലെയിനിൽ വരുന്നുണ്ട്, ടൈ ആൻഡ് ഡൈയിൽ വരുന്നുണ്ട്. ഇനി കോട്ടണിൽ നമുക്ക് പ്രിന്റ് സിമ്പിൾ കോട്ടൺ കുർത്തി ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിന്റെ താഴെ ഒരു കട്ട് വർക്ക് പോലെ ഹെക്കോബ മോഡല് വരുന്നുണ്ട് അല്ലേ. ഇതാ കൈയിടുമ്പോൾ അറിയുള്ളൂ, പെട്ടെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ സ്ലീവിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. സ്ലീവിൽ നമുക്ക് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു സ്വീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ത്രെഡിൻ്റെ വർക്കും കൂടി പോയിട്ടുണ്ട്. വെറുതെ കോട്ടൺ അല്ല, ത്രെഡിൻ്റെ വർക്ക്. അത് ഒന്നുകൂടിയും എടുത്താലാണ് അറിയാൻ പറ്റുക കേട്ടോ. അതിലടയ്ക്ക് ത്രെഡിൻ്റെ വർക്കും പ്രിൻറ്റും എല്ലാം പോയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇഷ്ടം പോലെ. ഇനിയിപ്പോൾ മെറ്റർണിറ്റിയിൽ നോക്കിയാലോ? മെറ്റർണിറ്റി നമുക്ക് ഇവിടെ ഈ സൈഡാണ്, നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് കാണാം. മെറ്റർണിറ്റി വെയറിന്റെ ഇഷ്ടംപോലെ കളക്ഷൻസ് അത് ഈ ഒരു റാക്കിലാണ്. ഇത് സിമ്പിൾ മെറ്റർണിറ്റി വെയർ ആണ്. ഇതിന്റെ തന്നെ പാർട്ടി വെയർ ഐറ്റംസും നമ്മൾ വേറൊരു ഫ്ലോറിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതപ്പോ ഡെയിലി വെയറിന് പറ്റിയത്, ഹോസ്പിറ്റൽ വെയറും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അല്ലാണ്ട് ഇപ്പൊ മെറ്റർണിറ്റി കാരിങ് ആയിട്ടുള്ളവർക്ക് വല്ല ഫംഗ്ഷൻ ഒക്കെ പോകണമെങ്കിൽ അതിൻ്റെ ഒരു ഡിഫറെന്റ് സെക്ഷൻ ഉണ്ട് നമുക്ക്. ഓക്കെ, അപ്പൊ ഇത് ഡെയിലി വെയറിന് മെറ്റർണിറ്റി നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു സെക്ഷനാണ്. ഇനി ഇത് കൂടാണ്ട് ഇപ്പൊ ഒരു ഫംഗ്ഷൻ വരാണ്, ആ സമയത്ത് അവർക്ക് ഫംഗ്ഷൻ മിസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ നല്ല ഡ്രസ്സും ഇല്ല, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് പാർട്ടി വെയറിലും നമുക്ക് മെറ്റർണിറ്റി നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു വേറൊരു മോഡൽ തന്നെ, ഫീഡിംഗ് തന്നെ. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സൈഡിൽ കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡ്രോ സ്ട്രിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പോർഷനിൽ. പിന്നെ ഫീഡിങ്ങിന്റെ സിബ് വരുന്നത് ഈ ഒരു സൈഡാണ്. ഇങ്ങനെ അറിയേ പോലും അറിയേ പോലും ഇല്ല, ഇൻവിസിബിൾ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇതാവുമ്പോൾ നമുക്ക് പ്രിൻസ് കട്ടിൽ വരുന്നതാണ്. നേരത്തെ കണ്ടതാണെങ്കിൽ പ്രിൻസസ് കട്ട് മോഡലിന്. അപ്പോൾ ഈ സെക്ഷൻ ഫുൾ മെറ്റർണിറ്റിയുടെ ഒരു സെക്ഷൻ. അപ്പോൾ ഇതൊക്കെ എവിടെയാണ് തയ്ക്കുന്നത് അതൊന്ന് കണ്ടു നോക്കിയാൽ നമുക്ക് അതും കാണാം. ഓടിപ്പോയി കണ്ടിട്ട് വരാം. ഓടാൻ പറ്റുമോ? എന്നാ റെഡി വരും, ഓടാം. എന്നാലും ഞങ്ങൾ റെഡിയാണ് ഓടി പോകാനായിട്ട്. എന്നാലും എത്ര മന്തായി? ഇപ്പൊ എനിക്ക് 8 months തീരാറായി. സമയം എടുത്തു. എന്റെ വക ഒരു ബെസ്റ്റ് വിഷസ്, നല്ലൊരു എന്താ പറയാ സുഖപ്രസവം ആവട്ടെ എന്ന് വിചാരിക്കുന്നത്. സാധാരണ മലയാളി ഭാഷയിൽ പറയാം സുഖപ്രസവം എന്നൊക്കെ പറയില്ലേ, അതിന് വേണ്ടിയിട്ട്. അപ്പൊ എന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ വ്യൂവേഴ്സും അവിടെ ഇരുന്നിട്ടൊക്കെ വിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കൊരു ആഗ്രഹമില്ലേ, എന്ത് കുഞ്ഞാ ഫസ്റ്റ് ആണോ? ഫസ്റ്റ്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കും ഉണ്ട് കേട്ടോ. അപ്പൊ ഏത് കുഞ്ഞാവും എന്നുള്ളത് അപ്പൊ അതൊന്നും അറിയിക്കണം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇൻസ്റ്റാ പേജ് ഉണ്ടല്ലേ? എറണാകുളം കുർത്തീസ് ബൈ അഞ്ജലി എന്ന് നമുക്ക് ഇൻസ്റ്റാ പേജ് ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് സംസാരിക്കാം. ഇതാണോ നിങ്ങളുടെ യൂണിറ്റ് എന്ന് പറയുന്നത്? നമ്മുടെ കട്ടിംഗ് ആൻഡ് ഡിസൈനിങ് ഏരിയയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ മാസ്റ്റർ ഒരു ഡിസൈൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. थोड़ा देर के लिए बंद कर सकते हो. ഇപ്പൊ ശബ്ദം വരുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മൾ നിർത്തിച്ചത്. അപ്പൊ ഇതൊരു കട്ടിങ് ഏരിയ ആണ്. അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ്. എന്ത് രസമല്ല ഇങ്ങനെ ഇരിക്കണാണോ? ബൾക്കായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് ഇത് ഇനി സ്റ്റിച്ചിങ്ങിലേക്ക് പോകും. അങ്ങനെ നിറയെ കണ്ടോ. ഇതൊക്കെ റോ മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് സ്റ്റിച്ചിങ്ങിൽ പോകാനുള്ള ഐറ്റംസ് ഒക്കെയാണ്. നല്ല അടിപൊളി കേട്ടോ. ഇത് ഫുൾ റോ മെറ്റീരിയൽസ് ആണ്. ഇനി ഇത് ഫുൾ നമുക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് ഗോഡൗണിലേക്ക് എത്തണം. എന്നിട്ട് വേണം നമ്മുടെ കയ്യിലേക്ക്. അപ്പൊ കുറെ ചെയ്ത് ഇത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഓടിപ്പിച്ചുകൊണ്ട് ഇത്രയും അധികം കളക്ഷൻസ് റോ മെറ്റീരിയൽസിന്റെ മാത്രം. അപ്പൊ ഇതൊന്നും നമുക്ക് കയ്യിൽ കിട്ടില്ല. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കുർത്തിയായിട്ടാണ് കേട്ടോ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. പിന്നെ നമ്മളൊരു കസ്റ്റമേഴ്സിന് ഇപ്പോൾ അവർക്ക് കുറച്ച് ബൾക്ക് കൂടുതൽ ഓർഡറൊക്കെയാണ് ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ വന്ന് ഡിസൈൻ ഒന്ന് പറഞ്ഞു തന്ന് നമ്മൾ അങ്ങനെയും ഒരു
ഇത് സൗകര്യം ഒരുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് ഇവിടേക്ക് ഇവിടത്തേക്ക് ഷോപ്പിൽ വന്നിട്ട് നമുക്ക് കസ്റ്റമേഴ്സ് ആയിട്ട് വാക്ക് ഇൻ വന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ അതും ഒരു ക്വാണ്ടിറ്റിയിൽ ചെയ്ത് കൊടുക്കുന്നു. പക്ഷെ ബൾക്കായിട്ടാണ് ചെയ്ത് കിട്ടുന്നത്. ഇനി ഹാൻഡ് വർക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ അതും ഇവരെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഡിസൈൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ശരിക്കും ഓരോരോ പീസ് സാമ്പിൾസ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതൊക്കെ എവിടെയാ സ്റ്റോക്ക് വെക്കണം? ഇതൊക്കെ സ്റ്റോക്ക് വെക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് അടുത്ത് പോകാം. പ്രൊഡക്ഷൻ ക്വാളിറ്റി ചെക്കും ഒക്കെ. ഇതൊക്കെ നിങ്ങളുടെ നെക്കിന്റെ കേട്ടോ, ഇതൊക്കെ മാനുഫാക്ചറിങ്ങിന്റെ ഭാഗമാണ് കേട്ടോ. നെക്കിൽ വരുന്ന ഓരോരോ ഡിസൈൻസ് കാര്യങ്ങളും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതും ഇതൊക്കെ സാമ്പിൾസും ഒക്കെ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ എന്ന് പറയുമ്പോൾ വലിച്ചു വരിയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും. പിന്നെ ഇവിടെ ആളിപ്പോ ഇല്ല, സ്റ്റിച്ചിങ് സമയമാണ്. സമയം കണ്ടു ഇപ്പോൾ ഏകദേശം 6 മണിയാവാറായിട്ടുണ്ട്. അപ്പോൾ 5:30 ആകുമ്പോഴേക്കും ഇവരെ സമയം കഴിയും. 5:30 ആകുമ്പോഴേക്കും എല്ലാവരും എനിക്ക് പോയിട്ടുണ്ട്. എന്നിട്ടും നമ്മളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മാസ്റ്ററുടെ ഒരു ഡെഡിക്കേഷൻ, അതിനൊരു താങ്ക് യു പറയട്ടെ. ഇത്ര സമയത്ത് അപ്പം മാസ്റ്റർ ജി താങ്ക് യു, ഇത്ര ടൈം आप रोक रहे हैं ना, आप कर रहे हैं ना काम इसके लिए, താങ്ക് യു. അപ്പോൾ മാസ്റ്റർ ജിക്ക് ഒരു താങ്ക് യു. കാരണം ആൾക്ക് വർക്ക് ഡെഡിക്കേഷൻ അതാണ്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോയാലോ? അങ്ങോട്ട് പോവാം. ഈ ഏരിയയാണ് നമ്മുടെ ഓൺ പ്രൊഡക്ഷന്റെ. ഇതാണ് ശരിക്കും ഗോഡൗൺ എന്ന് പറഞ്ഞത്. ഇത് ശരിക്കും ഒരു കട പോലെ ഉണ്ടല്ലോ, സാധാരണ ഒരു റീറ്റെയിൽ കട പോലെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അത്രയും ഇത് ഗോഡൗൺ അടിപൊളി ഫുൾ കളക്ഷൻസ് നിറവ് ഇരിക്കുന്നില്ല ഇതില്. ഇതൊക്കെയാണ് നമ്മൾ ഷോറൂമിലേക്ക് വരുന്ന ഐറ്റംസ്. ബൾക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതൊക്കെ നമ്മൾ ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ഐറ്റംസ് ആണ്. ഇനി ഇത് ഷോപ്പിലേക്ക് കയറാനിരിക്കുന്ന ഐറ്റംസ് ആണ്. ഓക്കെ, ഇതൊക്കെ അതിന് ഇനി ഷോറൂമിലേക്ക് പോകാനുള്ള ഐറ്റംസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെയാണ് സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ഒരു ചേച്ചി ഫുൾ ക്വാളിറ്റി ചെക്കും നമ്മുടെ മെഷർമെന്റ്സ് ആണ് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത്. പിന്നെ ഹാൻഡ് വർക്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ ഒക്കെ ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതെല്ലാം റിട്ടേൺ പോകും. ഡയറക്റ്റ് തയ്ച്ചവർക്ക് റിട്ടേൺ പോകും. എന്നിട്ട് ഫുൾ അഷ്യൂർഡ് പീസാണ് നമ്മൾ കടയിൽ വിൽക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ ഡാമേജ് ആയിട്ട് ഒരു ഐറ്റം നമുക്ക് അപ്പൊ കാണാൻ പറ്റില്ല. അപ്പൊ ഇവിടുന്ന് എല്ലാം ഓരോന്ന് കറക്റ്റ് മെഷേഴ്സ്, ചെസ്റ്റിന്റെ മെഷർമെന്റ് അതുപോലെ തന്നെ നമുക്ക് ലെങ്ത് ഇതൊക്കെ നമുക്ക് കറക്റ്റ് പക്കയായതിനു ശേഷം മാത്രമാണ് നമുക്ക് ഇത് നമ്മുടെ കടയിലേക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പൊ അതുപോലെ വർക്കും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാ ഐറ്റംസ്. അപ്പൊ ചേച്ചി ചെയ്തോ? ചേച്ചി എന്താ സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല ചേച്ചി. അപ്പൊ ഇവിടുത്തെ കുറെ കളക്ഷൻസ് ഇനി അവിടെ ഇരിക്കുന്നില്ലേ? അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് കണ്ടുനോക്കിയാലോ? നമുക്ക് കടയിലേക്ക് പോകാം. കടയിലേക്ക്. അപ്പൊ ബാക്കി കുറെ കളക്ഷൻസ് ഇനിയും കാണാൻ കിടക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു കടയായിട്ട് കൊണ്ട് നടക്കാം. ഇഷ്ടംപോലെ കളക്ഷൻസ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് പോവാം ആ ഒരു ഷോപ്പിൽ കുറെ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിട്ട്. ഗോഡൌണിൽ നിന്ന് വന്നപ്പോഴേക്കും ക്ഷീണായില്ലോ. കുഴപ്പമില്ല. അപ്പൊ ഇനി നമ്മളിപ്പൊ നിൽക്കുന്നത് നമ്മൾ ആകെ ഒരു ഫ്ലോർ കാണിച്ചിട്ടാണ് നമ്മൾ ഡയറക്റ്റ് യൂണിറ്റും ഗോഡൌണും ഒക്കെ കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ കാണിക്കാൻ പോണത് മൊത്തം ഫീഡിംഗ് പാർട്ടി വെയർ ഐറ്റംസ്. ഓ, നമ്മള് നേരത്തെ കാണിച്ചത് നമ്മള് ഡെയിലി വെയർ. ഓക്കെ, അപ്പൊ ഇനി പാർട്ടി വെയറിൽ കുറെ കളക്ഷൻസ് ഉണ്ട്. ഈ സൈഡിലുള്ള എല്ലാം കളക്ഷൻസ് ആണ്. ഞാനപ്പോ കുറച്ച് പീസ് നമുക്ക് കണ്ടു നോക്കാം. എന്നുവെച്ചാൽ പാർട്ടി അല്ലെങ്കിൽ അവരുടെ ഫംഗ്ഷൻസ് ഒന്നും മിസ്സാവരുത്. അവർക്കും ഫീഡിങ് ചെയ്യാനായിട്ട് നല്ല നല്ല വെറൈറ്റി ഡ്രസ്സുകൾ ഇട്ടിട്ട് ഫംഗ്ഷന് പോവാം. ഇതൊക്കെ വിചിത്രയില് മിഷൻ എംബ്രോയിഡറി, ഉള്ളില് സിബ് വന്നിട്ട് ഇൻവിസിബിൾ സിബാണ് വരുന്നത് കേട്ടോ. ഇതൊക്കെ നല്ല നല്ല വെറൈറ്റി നിങ്ങൾക്ക് പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ്. പിന്നെ ഇതാ സെയിം നമുക്ക് നോർമൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന പോലത്തെ നല്ല പാർട്ടി വെയർ കളക്ഷൻ തന്നെ ഫീഡിങ്ങിലും വരുന്നുണ്ട് കേട്ടോ. എല്ലാം കൺസീൽഡ് സിബാണ്. പുറമെ സിബും കാണൂല. അത് കഴിഞ്ഞാലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ആ ഒരു ഫീഡിങ് പീരീഡ് കഴിഞ്ഞ മെറ്റർണിറ്റി ആ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെയും യൂസ് ചെയ്യാം. ഇതും വരുന്നത് പാനൽ കട്ടിൽ വന്നിരിക്കുന്നത്. ഇതൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. നമുക്ക് വേറെ ചെയ്യുമ്പോൾ കുറച്ച് തുണി ഫ്രണ്ട് പോർഷനിൽ നമുക്ക് തുണി കൂടുതലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫീഡിങ് സമയത്ത് കുറച്ച് ഇറിറ്റേഷൻ കൂടുതൽ. അപ്പൊ കുറച്ച് ലൂസ് ആയിട്ടുള്ള എല്ലാം ഇടണം എന്നുള്ള ഒരു ഫിറ്റിംഗും സിബൊക്കെ നല്ല ഈസി മൂവിങ് സിബാണ്. ഒരു ബുദ്ധിമുട്ടില്ലാണ്ട്. ഇതൊക്കെ എങ്ങനെയാ സൈസസ് നമുക്ക് വരാം? ഫീഡിംഗ് നമുക്ക് ലാർജ് മുതൽ 4XL വരെ ഉണ്ട്. 4XL സൈസ് വരെ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഇതാണ് നമുക്ക് ഫീഡിങ്ങിന് വരുന്നത്. പിന്നെ കളക്ഷൻസ് ഇനിയുണ്ട് കാണിക്കാനാണെങ്കിൽ.
കുറേ ഉണ്ടെന്നല്ലേ. എന്താ ഇതും ആ ഒരു പാർട്ടി വെയറിൽ പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ കംഫർട്ടബിൾ മെറ്റീരിയലിൽ യോക്കിലാണ് ഇതിൻ്റെ വർക്ക് ഫുൾ വന്നിരിക്കുന്നത്. സിബ് വരുന്നുണ്ട് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ളത് അങ്ങനത്തെ ഉണ്ട്, നോർമൽ ഇതിപ്പോൾ ഇത് വേണമെങ്കിൽ ഇങ്ങനത്തെ ഉണ്ട്. അപ്പോൾ ഈ മെറ്റർണിറ്റി വെയറിൽ പാർട്ടിയിൽ മാത്രമുള്ളൂ. അപ്പം ഞങ്ങളുടെ പോലത്തെ ആൾക്കാർക്കൊന്നുമില്ലേ? അത് ഇപ്പുറത്തെ സൈഡിൽ വേറെ ഉണ്ടല്ലോ. അതെ, അപ്പം എന്നാൽ അങ്ങോട്ട് ഒന്ന് പോയി നോക്കിയാലോ. ഇത് ഇപ്പുറത്തെ സൈഡ് നോർമൽക്കാർക്ക്, ഫീഡിങ്. ഓഹോ അങ്ങനെ. അപ്പൊ രണ്ടാളെയും മറന്നിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മൾ ആരും മറക്കാൻ പാടില്ലല്ലോ. കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട്. വാവ്, ഇതാ കറക്റ്റ് നല്ലൊരു പീച്ച്, നല്ലൊരു സിൽക്കി മെറ്റീരിയലില് പാർട്ടി വെയറിൽ വരുന്ന ഇത് 3 പീസാ സിംഗിൾ കുർത്തി? ഇത് സിംഗിൾ കുർത്തി. ഇതിന്റെ പോലെ തന്നെ 3 പീസും ഉണ്ട് നമ്മളുടെ കയ്യിൽ. ഓക്കെ, കളർ അടിപൊളിയായിട്ട് കേട്ടോ. അത് സംഭവം ഒരു മസ്റ്റേർഡ് അല്ലോ, ഒരു സട്ടൽ ആയിട്ടുള്ള ഒരു അല്ലോ. അതിൽ 3 പീസിന്റെ കോൺസെപ്റ്റാണ് വരുന്നത്. ഇവിടെ യോക്കിൽ അത്യാവശ്യം വർക്ക് സിമ്പിൾ ആയിട്ടുള്ള, നമുക്ക് കൂടുതൽ ആർഭാടം വേണ്ട, കൂടുതൽ തിളക്കം വേണ്ട, സിമ്പിൾ സട്ടിൽ വർക്ക്. അതിൽ പാന്റിന്റെ അടിയിലാണ് വർക്ക് വന്നിരിക്കുന്നത്. പിന്നെ ദുപ്പട്ട വരുന്നത് കോൺട്രാസ്റ്റ് ദുപ്പട്ട, ലേസിന്റെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിൽക്കി മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. ഇതിലും നമുക്ക് സെറ്റ് ടു സെറ്റ് തന്നെയാണ് എടുക്കേണ്ടത്. ഇത് ഭയങ്കര അടിപൊളി കളറും അടിപൊളി വർക്കും ആയിട്ടുണ്ട്. ടോപ്പും ഷോളും ഇത് വെച്ച് നോക്കിയാലാണ് അതിന്റെ ഒരു ഭംഗി. കറക്റ്റ് ഭംഗി കണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് തന്നെ നോക്കണം അല്ലേ. അപ്പൊ ഇത് 2 പീസാണ്. അപ്പൊ ലെഗിൻസ് എന്ത് പാന്റ് എന്ത് വേണമെങ്കിലും നമുക്ക് സെപ്പറേറ്റ് നമുക്ക് ഇടണതായിരിക്കും. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ലെഗിൻസ് ഉണ്ടാവും ഇവിടെ. ലെഗിൻസ് സെപ്പറേറ്റ് ഒരു ഫ്ലോറിലുണ്ട് നമുക്ക്. അടിപൊളി, ഇഷ്ടം പോലെ ഇനി കാണിക്കാൻ കൊടുക്കണല്ലോ. അപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. അതെ, അപ്പൊ ഈ ഒരു സെക്ഷൻ ഫുൾ വരുന്നത് നമുക്ക് നോർമൽ ആയിട്ടുള്ള പാർട്ടി വെയർ കളക്ഷൻസിൽ വരുന്നത് അല്ലേ. ഇത് ഡിജിറ്റൽ പ്രിന്റിൽ സ്റ്റിക്കർ വർക്ക് ചെയ്തേക്കുന്നത്. ഫുൾ ഒരു പ്രിന്റ് വർക്കാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ ഇട്ട് വരുമ്പോഴാണ്, അതെ കടക്കാരൊക്കെ ഇങ്ങനെ ഇട്ട് കാണിക്കില്ലേ അതുപോലെ. പക്ഷെ ഇത് റീറ്റെയിൽ അല്ല കേട്ടോ, ഇത് നമുക്ക് ഹോൾസെയിലാണ്, ബൾക്ക് ടു ബൾക്കാണ് എടുക്കേണ്ടത്. റീറ്റെയിലിൽ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഇട്ട് വിരിച്ച് കാണിക്കില്ലേ. ബൾക്ക് മറ്റേ ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ എവിടെന്നെങ്കിലും എടുക്കുക, അത് നമുക്ക് ബൾക്കായിട്ട് ബില്ലിംഗ് അടിക്കാൻ നമുക്ക് പോവാം, കടയിൽ വെക്കുക, സ്റ്റോക്ക് മാർജിൻ ഇട്ടിട്ട് സെയിൽ ചെയ്യാം. ഇത് നമുക്ക് സൈഡില് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ വിചിത്രയില് സിമ്പിൾ ആയിട്ടുള്ളൊരു കുർത്തിയാണ്. പക്ഷെ ഒരു വിചിത്രയിലും നല്ലൊരു ഷൈനിങ് മെറ്റീരിയലും കൂടിയാണ് കേട്ടോ. പാർട്ടിക്കൊക്കെ വിചിത്രയില് ചെയ്യുന്ന ഒരു വർക്കാണ് കേട്ടോ. ഇതും കുറെ ഓൺ പ്രൊഡക്ഷനിലും ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇവിടുത്തെ. ഓൺ പ്രൊഡക്ഷനിലും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത ഇതൊക്കെ ഫുൾ ഏരിയ വരുന്നത് നമുക്ക് ഇനിയും ഉണ്ടല്ലോ കുറെ. നല്ല ഇതും വിചിത്രയില് തന്നെ എ ലൈനില് അതിന്റെ അടിയിൽ വർക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് യോക്കിലും വർക്ക് കൊടുത്തിട്ടുണ്ട്. റേറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചേ പറ്റുള്ളൂ. കാരണം ഇത് ഹോൾസെയിലാണ്. റീറ്റെയിൽക്കാർ ഇവിടുന്ന് എടുത്ത് പോകുമ്പോൾ, കടക്കാർ എടുത്ത് പോകുമ്പോൾ അവർക്ക് മാർജിൻ ഇടേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് ഓപ്പൺ ആയിട്ട് പറയാത്തത്. പിന്നെ എല്ലാത്തിൻ്റെയും റേറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇന്ന് കണ്ടതാവില്ല നാളെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഡിസൈൻസും പാറ്റേൺസും കാര്യങ്ങളും എല്ലാതും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ റേറ്റ് പറയുന്നതിൽ ഒന്നാമത്തെ അർത്ഥമില്ല. രണ്ടാമത്തെ പല ഏരിയയിലും പല രീതിയിലാണ് മാർജിൻ ഇട്ട് വെക്കുന്നത്. ഓരോ ഏരിയയിലും ഓരോ. അപ്പോൾ പിന്നെ ആ കടക്കാർ പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഇത് റേറ്റ് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട്. അപ്പം പിന്നെ നമുക്കാണ് ബുദ്ധിമുട്ടാണ്. അതെ, പിന്നെ ഇവിടെയും ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് ഉണ്ട്. എന്നാൽ പോലും ഞങ്ങൾ ആ കസ്റ്റമേഴ്സിനെ മാറ്റി നിർത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ. കാരണം അവർക്ക് അവരുടെ ഫേസ് കാണിക്കാൻ താല്പര്യമില്ല. ഞങ്ങൾ ഇന്ന കടയിൽ നിന്നാണ് എടുത്തിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യണം എന്നുള്ളത് അല്ലേ. അതൊട്ടും ആരും കാണിക്കില്ല, റിവീൽ ചെയ്യാത്തൊരു കാര്യമാണ്. ഇതാ ഇതും വരുന്നത് നമുക്ക് ഒരു പാർട്ടി വെയറിൽ തന്നെ നോർമൽ നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഫുൾ ബൂട്ട വർക്ക് വരുന്നുണ്ട്. ചെറിയ ചെറിയ ബൂട്ട വർക്ക് നമുക്ക് ഫുൾ ഓവറോൾ പോയിട്ടുണ്ട്. ബാക്ക് നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ആണ്, പക്ഷെ നല്ല ഒരു തിളങ്ങുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതിൽ നല്ല നല്ല കളർ ഓപ്ഷൻസ് ഉണ്ടാവും നമുക്ക്. ഇതാ ഇതൊക്കെ ഫുൾ അതിൻ്റെയാണ് അല്ലേ. ഈ പാക്കിൽ ഇരിക്കുമ്പോൾ സംഭവം നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ നമുക്ക് തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ഫുൾ ഭംഗിയും ഒക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇട്ട് കഴിയുമ്പോൾ അതിനേക്കാളും ഭംഗി കൂടുതൽ തോന്നിക്കും നമുക്ക്. അപ്പൊ ഈ ഒരു സെക്ഷൻ നമുക്ക് ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തം പാർട്ടി വെയറും അതുപോലെ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മെറ്റർണിറ്റി വെയറിന്റെ സെക്ഷൻ ആണ്. നോർമൽ സൈഡ് വേണവർക്ക് ഈ സൈഡ്. അപ്പൊ ഇത് ഏതാ ഫ്ലോർ? ഇത് തേർഡ് ഫ്ലോർ. അപ്പൊ നമ്മൾ 4th ഫ്ലോറിലേക്ക് പോയിട്ടാണ്, പിന്നെ ഗോഡൌണിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ ഇവിടെ വന്നത്. പിന്നെ ഇവിടെയും കുറെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിന് മുന്നേ ഇതും ഒരു പാർട്ടി വെയർ ആണ് കേട്ടോ. ഇതിന് പറയാണ്ടിരിക്കാൻ വയ്യ. കുറെ നേരം ആ കുട്ടിയോടെ ക്ഷീണിച്ച് വയ്യാണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ നിൽക്കുകയാണ്. ഭക്ഷണമൊക്കെ കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പൊ ഇത് കൂടാണ്ട് നമുക്ക് ഇനി അപ്പുറത്തെ ഒരു സെക്ഷനിൽ നമുക്ക് ഈ ഒരു സംഭവം ഇവിടെ വെച്ചിട്ട് പോരട്ടെ.
കാരണം അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് അടുത്തൊരു ഏരിയ എന്താ വരുന്നത്? ഇത് നമ്മുടെ ട്രഡീഷണൽ അല്ലെങ്കിൽ ഫെസ്റ്റീവ് കളക്ഷൻസ് വെക്കുന്ന ഒരു ഏരിയ ആണ് നമ്മൾ. ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ നമുക്ക് കേരള ട്രഡീഷണൽ അപ്പൊ ഏത് സൈസ് തൊട്ട് ഏത് സൈസ് വരെ വരും? നമുക്കിത് കുട്ടികളുടെ സൈസ് മുതലുണ്ട്. ഇപ്പൊ 32 സൈസാണ്. വാവ്, നല്ല റെഡ് കളർ, അതും വിചിത്രയില് ഫുൾ ഹാൻഡ് വർക്ക് കേട്ടോ. അതില് ഇത് പാവാടയാണല്ലോ, നമുക്ക് പട്ട് പാവാടയുണ്ട്, നമുക്ക് ടിഷ്യൂന്റെ പാവാട വരുന്നുണ്ട്. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത്. അതിന്റെ ഈ മുകളിലത്തെ ഈ ഒരു ടോപ്പ് കളേഴ്സും മാറി മാറി നമുക്ക് കിട്ടും. ഹാൻഡ് വർക്കും കുറെ ഡിഫറെന്റ് പാറ്റേണിലും ഡിഫറെന്റ് ഇതിലും കിട്ടുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് സൈസ് 22 എന്ന് പറയുന്നത്. ഇതൊരു 3 വയസ്സ് 4 വയസ്സിലൊക്കെ പറ്റിയ പിള്ളേർക്ക് ഇടാൻ പറ്റുന്നതാണ്. അതില് ടിഷ്യൂന്റെ, അപ്പൊ നമുക്ക് ടിഷ്യൂന്റെ ഉണ്ട്, കോട്ടന്റെ പാവാട വരുന്നുണ്ട്, അങ്ങനെ പല ഇതേപോലെ പ്രിന്റഡ് വരുന്നുണ്ട്. അതൊക്കെ വലിയ സൈസ് വരുന്നതാ, ഒരു ടീനേജ് പിള്ളേർക്കൊക്കെ പറ്റിയത്. കുറച്ചുകൂടി വലിയ സൈസ്, കുറച്ച് നല്ല വലിയ സൈസ്, അത്യാവശ്യം വണ്ണുള്ള കുട്ടിയാണെന്ന് തോന്നുന്നു. ആ കുട്ടിക്ക് ഇത് ആർക്കാണോ ഈ ഡ്രസ്സിന്റെ ഭാഗ്യം ഇടാനുള്ളത്. ഇതാ ഇത് ചെക്കിന്റെ ഒരു പാറ്റേണിലാണ് നമുക്ക് ഫുൾ ആ ഒരു സ്കേർട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ കുറെ മോഡൽസ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇപ്പൊ ഈ സൈഡിൽ ഇരിക്കുന്ന മൊത്തം കുട്ടികളുടെ, അപ്പൊ വലിയവർക്കുള്ളതുമില്ലേ? വലിയവർക്കുള്ളതും ഈ സൈഡിലേക്ക് ഉണ്ട്. ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഓണം ആയാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും ഏതൊരു ബക്രീദ് ഈദ് അങ്ങനെ എന്ത് ഫെസ്റ്റിവൽ ഉണ്ടെങ്കിൽ ആ ഒരു ഫെസ്റ്റിവലിനുള്ള എല്ലാ കളക്ഷൻസും നമ്മൾ എപ്പോഴും സീസൺ അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ചിട്ടുള്ള എല്ലാ കളക്ഷൻസും ഇവിടെ ഉള്ളതാണ്. ഇപ്പൊ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരോ സീസൺ ടൈമിനായിട്ട് വരുന്ന ഐറ്റംസ്. അത് കുർത്തീസും നമുക്കുണ്ട്. ഇത് ഓൺ പ്രൊഡക്ഷൻ നിങ്ങൾ തന്നെ ഡിസൈനേഴ്സ് ചെയ്യുന്ന ഹാൻഡ് വർക്ക് എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നവർക്ക്. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇതിപ്പോ സൈസസ് എങ്ങനെയാണ് സെറ്റ് എടുക്കേണ്ടത്? ഇതിന്റെ സൈസ് എന്ന് പറയുമ്പോൾ പിള്ളേരുടെ സൈസ് നമുക്ക് 22 മുതലാണ് സ്റ്റാർട്ടിങ്. 22, 24, 26, 28 ആണ് ഒരു സെറ്റ് വരുന്നത്. ഓക്കെ, 4 എണ്ണത്തിന്റെ അങ്ങനെ ഒരു സെറ്റ് സെയിം കളർ സെയിം പാറ്റേണിലാണ് വരുന്നത്. അപ്പൊ വലിയത് വരുമ്പോ നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ. നമ്മള് കുർത്തിയുടെ സൈസ്. വലിയവരെന്ന് പറയുമ്പോ ടീനേജ് ആയില്ലോ, കുട്ടികളെ പറയാൻ പറ്റില്ല. അതെ, അപ്പൊ അതിനും നല്ല വെറൈറ്റി കളക്ഷൻസ്. നമുക്കൊരു കേരള ട്രഡീഷണലിന്റെ തന്നെ ഇപ്പൊ കുർത്തീസിലായാലും കുട്ടികളുടെ ആയാലും എന്ന് വെച്ചാൽ എല്ലാതും പെൺകുട്ടികളുടെ ലേഡീസിന്റെ അങ്ങനത്തെ ഐറ്റംസ് ആണ്. ജെന്റ്സിന്റെ ഒരു ഐറ്റംസും ഇല്ല. അപ്പൊ പെണ്ണുങ്ങൾക്ക് അടിപൊളി നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇനിയൊക്കെ ഇതൊക്കെ കാണുക ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കില്ല, നമുക്ക് അറിയാം കേരള ട്രഡീഷണൽ എന്താണെന്നുള്ളത്. അപ്പൊ അതിന്റെ കുറെ വെറൈറ്റീസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഇനി നമുക്ക് താഴത്തെ ഫ്ലോറിൽ പോയാലോ? ഇനി താഴത്തെ ഫ്ലോറിൽ പോകാം. അവിടെ നമുക്ക് പാർട്ടി വെയർ വെയിറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടി. അപ്പൊ ഇവിടെയും പാർട്ടി വെയർ തന്നെയല്ലേ? കുർത്തീസ് മറ്റേ കുറച്ചുകൂടി ഹെവി വർക്ക് ബ്രൈഡലിനൊക്കെ പറ്റിയത്. പാർട്ടി വെയർ ബ്രൈഡലിന്റെ ഒരു സെക്ഷനിലേക്ക് കാണുമ്പോഴേക്കും തന്നെ ഓടി പറഞ്ഞു വരാൻ തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുള്ള മെനിക്യൂണിലൊക്കെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെഡിങ് അല്ലെങ്കിൽ വെഡിങ് ഈവനിനൊക്കെ പറ്റിയ നല്ലൊരു വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ്. ഇത് മറ്റേ പലാസോ ടൈപ്പ് എലിഫന്റ് ഇതാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കുറെ വെറൈറ്റീസ് ആണ് നമുക്ക് ബ്രൈഡലിന് എൻഗേജ്മെന്റ് അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ്. അപ്പൊ 1-2 പീസ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഇവിടെ ഓക്കെ, ഇത് ഷോർട്ട് സ്കേർട്ട് ടൈപ്പ് അല്ല പലാസോ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മളെ മാനിക്യൂണിൽ കണ്ടതിന്റെ വേറൊരു മോഡൽ. ഓക്കെ, ഡിഫറെന്റ് മോഡൽ കളർ ചേഞ്ചും ഉണ്ട്. അതിന്റെ കൂടെ നമുക്കൊരു ദുപ്പട്ടയും കിട്ടുന്നുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇത് മാത്രം ഇട്ടാൽ തന്നെ നല്ല. ഇത് കണ്ടില്ല കേട്ടോ, ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ ഇത് ഡെഫിനറ്റ്ലി ഇട്ടേ പറ്റുള്ളൂ കേട്ടോ, എന്നാലാണ് അതിന്റെ ഒരു ഭംഗി നമുക്ക് ഫീല് ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ ഇത് എടുക്കുമ്പോഴും സെറ്റും എടുക്കണം. ഇതിന്റെ ഭംഗി കണ്ടിട്ട് ഒരു പീസ് എന്ന് പറഞ്ഞിട്ട് ഒന്നും വിളിക്കില്ല കേട്ടോ, കാരണം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക്. പിന്നെ അതും തന്നെയല്ല കേട്ടോ, ഇപ്പൊ ഈ ഒരു നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു റീറ്റെയിലിന്റെ ഒരു ഷോറൂം പോലെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. പക്ഷെ റീറ്റെയിൽ അല്ല, ഹോൾസെയിലാണ്. അപ്പൊ അതിന്റെ ഒക്കെ ബൾക്കൊക്കെ കുറെ വെറൈറ്റീസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നല്ല അടിപൊളി മിന്നണ സംഭവമൊക്കെ ഉണ്ടല്ലോ. ഇത് നമുക്ക് ചുടിദാർ ഇതിൽ വരുന്നതിൽ അനാർക്കലി. ഞാനിപ്പോ ഫ്രണ്ട് ഇങ്ങനെ കുമ്പിട്ട് നോക്കിയപ്പോഴാണ് ഇത്രയും വർക്കുള്ള ഐറ്റം. ബോട്ടം നല്ല ഫ്ലെയർ ബോട്ടമാണ്, അടിപൊളി കേട്ടോ. ഫുൾ വർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ദുപ്പട്ട. ചേച്ചി ഒന്ന് വന്ന് ഇട്ടെന്ന്, എന്തിനാ അവിടെ നിൽക്കുന്നത്? ഒന്ന് വന്ന് ഇട്ടെന്ന് നോക്കട്ടെ ഒന്ന്. കണ്ടോ,
ഇത്രയും ഹെവി പീസാണ് കേട്ടോ. അത് നമുക്ക് സെറ്റ് ആയിട്ട് എടുക്കണത് അത് സൈസ് വൈസ് ആയിട്ട് അങ്ങനെ ഇത് ഒരു സൈസിൽ തന്നെയായിരിക്കും ഉണ്ടാവും. ഇപ്പൊ ഡബിൾ എക്സൽ ആണെങ്കിൽ ഡബിൾ എക്സൽ 4 കളേഴ്സ് നമുക്ക് അവൈലബിൾ. ഓക്കെ, അങ്ങനെ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നോക്കിയാൽ മതി എങ്ങനെയാന്നുള്ളത്. ഇത് വരുന്നത് പെപ്ലം ടോപ്പിൽ വരുന്ന കളക്ഷൻ ആണ്. പെപ്ലം ടോപ്പിൽ നമുക്ക് യോക്കിൽ അത്യാവശ്യം ഫുൾ ഹെവി വർക്കാണ്. പിന്നെ വരുന്നത് നമുക്ക് സറാറ കറാറ പോലത്തെ ഒരു പാറ്റേൺ, അതിൽ ദുപ്പട്ടയിലും ഫുൾ ചെറിയ 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 വർക്കുകൾ പോയിട്ടുണ്ട് കേട്ടോ. ദുപ്പട്ടയിലും നല്ല ഫുൾ ഒരു പാർട്ടി വരാം. അത് കളറും നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിലും കുറേ നല്ല നല്ല വെറൈറ്റി കളേഴ്സും ഉണ്ട്. നല്ല നല്ല വെറൈറ്റി കളേഴ്സ് ഉണ്ട്. വെറൈറ്റി കളേഴ്സ് ഒക്കെ വരുന്നത് ബ്രൈറ്റ് ചാർട്ട് തന്നെയായിരിക്കും. ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്, ഗ്രേ ഉണ്ട്, അതുപോലെ മുന്തിരി ഷെയ്ഡ് ഉണ്ട്. പാറ്റേൺ ഒക്കെ സെയിം തന്നെയായിരിക്കും കേട്ടോ. കളേഴ്സ് മാത്രമാണ് നമുക്ക് വ്യത്യാസമായിട്ട് വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് വാവ്, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയാ അവിടെ ഇരിക്കണ സഹിച്ചിട്ടില്ലേ കാണുമ്പോൾ. നമ്മൾ പെണ്ണുങ്ങളുടെ ഒരു വീക്ക്നെസ് അത്. എന്തായാലും ഡെഫിനറ്റ്ലി കോള് വരുമോ നിങ്ങൾക്ക് ഒരു പീസ് തരുമെന്ന് ചോദിച്ചിട്ട്. പക്ഷെ നല്ല വെറൈറ്റി പീസാണ് കേട്ടോ. നല്ല 2 പീസിന്റെ ഒരു കോൺസെപ്റ്റാണ്. ഒരു ഗൗണും ദുപ്പട്ടയും കൂടിയായിട്ട് വരുന്നത്. ഇപ്പൊ ദുപ്പട്ട വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് യൂസ് ഇങ്ങനെ മാത്രമായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഒരു അടിപൊളി ഹീലൊക്കെ ഇട്ടിട്ട് ഒരു സ്റ്റൈൽ ചെയ്തിട്ട് വന്ന ഒരു ഫംഗ്ഷന് പോയിട്ടില്ല. പിന്നെ ഇതിന്റെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാ സൂപ്പർബ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒരു ഡിഫറെൻറ്റ് ലുക്കാണ്. അതുപോലെ ഡ്രോ സ്ട്രിങ് ഒക്കെ ഉണ്ട് കെട്ടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ എങ്ങനെ ഷേപ്പില്ലാത്ത ആളായാലും ഷേപ്പ് നിൽക്കും, കാരണം പാഡഡ് ആണ്. അപ്പോൾ നല്ല ഭംഗിയിൽ അവിടെ കിടന്നോളും. കാര്യങ്ങളൊക്കെ കണ്ടോ, നല്ല അടിപൊളി. പിന്നെ ഒരു ഷൈനിങ് മെറ്റീരിയലും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ ബാക്ക് ലുക്ക്. ഇതൊക്കെ 4 പീസായിട്ടാണ് എടുക്കേണ്ടത്. എന്തായാലും ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മൊത്തം പിന്നെ നമ്മൾ കുറച്ച് പീസ് നമ്മൾ മാനിക്യൂനിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ കുറെ ഡിഫറെൻറ്റ് പാറ്റേൺസ് ആണ് കേട്ടോ. ഇതൊക്കെ പാനൽ കട്ടിൽ വരണാണ് വിത്ത് സ്റ്റിക്കർ വർക്ക് ആണ്. ബോട്ടം വിത്ത് സ്റ്റിക്കർ വർക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഫുൾ ആ പലാസോ ടൈപ്പ് ആണ് കേട്ടോ പാന്റ് വരുന്നത്. അതിൽ ദുപ്പട്ട എടുക്കാം. ഇത് 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് വരുന്നത്. ഇത് നമ്മൾ നേരത്തെ അവിടെ കണ്ട അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഈ കാണുന്നത്. ഒക്കെ നല്ല മാനിക്യൂനിൽ ഇട്ട് കാണുമ്പോൾ അതിന്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇത് ഞാനും കൂടി ഇട്ടുകയാണെങ്കിൽ ഒന്നുകൂടി ഭംഗിയാവും, ഭംഗി കൂടൂലേ. വിചിത്രയില് പാനൽ കട്ടിൽ ഫുൾ എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു വർക്ക് കേട്ടോ ഫുൾ. അത് നല്ല ഫ്ലയറോട് കൂടിയിട്ടാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. അനാർക്കലി സ്റ്റൈലില് ഫുൾ ഹെവി പീസാണ് കേട്ടോ. ഇത് അടുത്ത് നോക്കുകയാണെങ്കിൽ പേസ്റ്റൽ ഷെയ്ഡ്. ഇതും നല്ല വെറൈറ്റി പീസ്. ഇത് 2 പീസാന്ന് തോന്നുന്നു. 2 പീസില് മെറ്റീരിയൽ വൈസ് ജസ്റ്റ് വാവ്. റേറ്റ് നിങ്ങൾ വിളിച്ച് ചോദിച്ചേ പറ്റുള്ള റേറ്റ് എനിക്ക് പറയാൻ പറ്റാതെ, അല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ അത് ഡിസ്ക്ലോസ് ചെയ്തതിനെ പറയണമെന്നുണ്ട്. അത്രയും എഫോർട്ടബിൾ റേഞ്ച്. കാരണം ഇവിടെ 30 ഇയേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതിനോടൊപ്പം തന്നെ ഒരു ആനിവേഴ്സറിയും കൂടി നടക്കാറില്ല. അപ്പോൾ ഒരു ബിരിയാണി മേടിച്ചല്ലേ 30 ഇയേഴ്സ് അതിൻ്റെ. അപ്പോൾ 30 ഇയേഴ്സിൻ്റെ ബിരിയാണി ഞാൻ കഴിച്ചോളാം. ബാക്കി നിങ്ങൾ കടകൾ വരുമ്പോൾ നിങ്ങൾക്ക് തുണികൾ മേടിക്കുമ്പോൾ അതിൻ്റെ എഫോർട്ടബിൾ റേഞ്ചിലുള്ള ബെനിഫിറ്റ്സ് അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് ബിരിയാണി എനിക്ക് കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി ഇവിടെ നല്ലൊരു ഡമ്മിങ്കുടിയിൽ നല്ല വൈറ്റിൽ മാത്രമായിട്ട് ഇരിക്കുന്ന ഒരു കളക്ഷൻ കണ്ടോ. ഫുൾ നല്ല ഹെവി പീസ്. അതിൽ ഫുൾ മിറർ വർക്ക്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സറാറ കറാറ ആ ഒരു പാറ്റേണിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മിറർ വർക്ക് എന്ന് പറയുമ്പോൾ ഫുൾ ഒറിജിനൽ മിറർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വൈറ്റിലാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടാവും. കളർ ചേഞ്ചും ഉണ്ട് എല്ലാത്തിനും കളർ ചേഞ്ച് ഉണ്ട്. പിന്നെ ഇത് കൂടാണ്ട് ഇപ്പുറത്തെ ഒരു സെക്ഷനിലും ഈ കാണുന്നത് ഫുൾ പാർട്ടി വെയർ തന്നെയാണ്. അത്യാവശ്യം സ്പേസ് ഉണ്ട് അല്ലേ. എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് ചോദിക്കുന്നത് റേഡുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണി കിട്ടും. അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അപ്പോൾ ഡമ്മിയിൽ അവിടെ പിന്നെയും നല്ല നല്ല ഒരു ഓവർകോട്ടിന്റെ ഒരു വെറൈറ്റി നമുക്ക് കണ്ടിട്ട് പോവാം. ഓക്കെ, ഇത് ജാക്കറ്റ് മോഡലാണ്. ഇത് അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, ഇതാ അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഏതൊരു ഫംഗ്ഷൻ ഇട്ടാലും എൻജോയ് ചെയ്യാം. ജാക്കറ്റ് പേടി വേണ്ട. ഇത് 2 പീസിന്റെ ഒരു കോൺസെപ്റ്റിലാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇത് നല്ല അടിപൊളി മെറ്റീരിയൽ. ഇത് ഓർഗൻസയില് 3 പീസ് വരുന്നത്. ഇതല്ലേ പ്യുവർ ഓർഗൻസയിലാണ് കേട്ടോ. അതിൽ വീനക്ക് ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ദുപ്പട്ടയിൽ കൂടിയും ആഡ് ചെയ്യാം. ഇത് 3 പീസാണ് വിത്ത് പാൻറ് അടക്കമാണ് വരുന്നത്. നല്ലൊരു ഷൈനിങ് മെറ്റീരിയൽ ആണ്. ഇതിലും നല്ല കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഇതാ പാൻറ് അടക്കം. നമ്മുടെ ദുപ്പട്ട 2.5 മീറ്റർ ദുപ്പട്ടയാണ് വരുന്നത്. വലിയ ദുപ്പട്ട. പിന്നെ ഇതിന്റെ കളർ ചേഞ്ച് ആണെന്ന് തോന്നുന്നുണ്ട് ഈ കാണുന്നത്. ഒക്കെ ബ്രൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത്. മൊത്തം നല്ല നല്ല ഷൈനിങ് മെറ്റീരിയൽ ആണ്. ഓർഗൻസയുടെ നല്ല പ്യുവർ വരുന്ന കളക്ഷൻ ആണ് കേട്ടോ. പിന്നെ നമുക്കൊരു ചുരിദാർ മോഡല്. ഞാൻ മറ്റേ പെപ്ലം ടോപ്പ് ഇടാൻ പറ്റാത്തവർ, ഗൗൺ ഇടാൻ പറ്റാത്തവർക്ക്, അങ്ങനെയുള്ളവർക്ക് സൈഡ് ഓപ്പൺ സ്ട്രെയിറ്റ് കുർത്തി, അതിൽ
പാൻറ് വരുന്നത് നമുക്ക് പലാസോ ടൈപ്പാണ്. അതിൽ പാൻറ്റിൻ്റെ അടിയിൽ ഫുൾ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ ഇങ്ങനെയായിരിക്കും നല്ലത് ഇടാ, കാണുമ്പോൾ ഭംഗി വരുന്നത് ഇങ്ങനെയായിരിക്കും കേട്ടോ. ഇത് ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ ദുപ്പട്ട അടക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ലൈറ്റ് ചാർട്ടിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരുപാട് സ്റ്റോക്ക് അല്ല, പല ഡിസൈൻസ് ഉണ്ട് നമുക്ക്. സെയിം ഒരു ഷെയ്ഡിൽ തന്നെ ആണെങ്കിലും പല ഡിസൈൻസ്. അത് യോക്കിൻ്റെ ഡിസൈൻസ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഡിസ്പ്ലേ മാത്രമാണ്, ഗോ ഡൗൺ വേറെ സ്ഥലത്താണ് ഉള്ള കാര്യം മറക്കണ്ട. ഇത് ജസ്റ്റ് ഷോ പർപ്പസ്. ഇപ്പം നമ്മൾ വൈറ്റ് കണ്ടില്ല, അതിൻ്റെ ഒക്കെ തന്നെ വേറൊരു കളർ ചാർട്ട് വരുന്നത്. ഇത് ഫ്രഷ് നമ്മളിങ്ങനെ പൊട്ടിക്കണത് കൊണ്ടാണ് ഇങ്ങനെ. പക്ഷെ നല്ല കുറച്ച് ഹെവി വർക്ക്, ഫുൾ ഹെവി പാർട്ടി വെയർ. അതുപോലെ സ്ലീവിൽ നിറയെ വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഇത് സ്കേർട്ടാന്ന് തോന്നുന്നു. സ്കേർട്ട് വിത്ത് ഇത്രയും വലിയൊരു ടോപ്പ്, ഫുൾ വർക്കായിട്ട് വരുന്നത്. ഇനി ഇത് വർക്ക് ഇവിടെ മാത്രം കൊണ്ട് അവസാനിക്കുന്നില്ല കേട്ടോ. ഈ ഫ്രണ്ടിൽ കാണുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ ബാക്ക്, എന്ന് വെച്ചാൽ ഫ്രണ്ട് ബാക്ക് കണ്ടാലും ഫുൾ വർക്ക് സെയിം. ഇപ്പൊ ഇത് ഇങ്ങനെ ഇട്ട് പോയാലും ആൾക്കാരൊന്നും പറയാനൊന്നും പോലില്ല, ഫുൾ വർക്ക് അല്ലേ. അത് ദാമൻ്റെ അവിടെയും വർക്ക് വരുന്നുണ്ട്. 2 in 1 എന്നാണെങ്കിൽ പറയട്ടെ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ഇടാം, അതുപോലെ തന്നെ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ഇടാം. റൗണ്ട് കട്ടിലാണ് വരുന്നത്. അതിൽ ദുപ്പട്ട ഓവറോൾ ഇത്രയും ഹെവി വർക്ക്. ശരിക്കും ഇതൊരു ബ്രൈഡലിനൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ബ്രൈഡലിന് എൻഗേജ്മെൻറ്റ് അവരുടെ അല്ലെങ്കിൽ അവരുടെ റിസപ്ഷൻ അതിനൊക്കെ ഇത് നല്ലൊരു ട്രഡീഷണൽ. എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ ഒരു എലഗൻ സിമ്പിൾ ആണ്. എന്നാൽ ഇത് എപ്പോഴും ട്രെൻഡിൽ നിൽക്കുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. ഒരു ക്രീമിൽ ഫുൾ കോഡിംഗ് വർക്ക്, എംബ്രോയിഡറി വർക്ക്, ഓർഗൻസയുടെ ദുപ്പട്ട അല്ലേ. ഇത് കോൺട്രാസ്റ്റ് വരുമ്പോൾ ഇതിന്റെ ദുപ്പട്ടയുടെ കളർ മാറും, എംബ്രോയിഡറി ഫ്ലവറിന്റെ കളറും മാറും. അപ്പോൾ ബേസ് വരുമ്പോൾ സെയിം ഇത് തന്നെയായിരിക്കും കേട്ടോ. അങ്ങനെയാണ് അതിന്റെ മാറ്റങ്ങൾ വരുന്നത്. പിന്നെ കാണുന്നത് ചെറിയ ചെറിയ ബൂട്ട വർക്ക് വീവിങ് ആണ് വരുന്നത്. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ ജാക്കറ്റ് മോഡലായിട്ട് വരുന്നതാണ്. ഇത് അറ്റാച്ച്ഡ് അല്ല, അറ്റാച്ച്ഡ് ആണ്. പക്ഷെ ഇങ്ങനെ ഇവിടെ ഫുൾ നമുക്ക് അറ്റാച്ച്ഡ് ഓപ്പൺ ആട്ടോ. ഷോൾഡറിന്റെ എവിടെയാണ് അറ്റാച്ച്മെന്റ്? സാധാരണ നമുക്ക് അറ്റാച്ച് എന്ന് പറയുമ്പോൾ ഈ സൈഡിൽ കൂടെ അറ്റാച്ച്. പക്ഷെ അപ്പൊ ഞാൻ കൈയിട്ടപ്പോൾ ഇത് ഫുൾ ഇങ്ങനെ പോണപ്പോൾ ഞാൻ വിചാരിച്ചത് അറ്റാച്ച്ഡ് അല്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഷോൾഡറിന്റെ അവിടെ ഈ ഒരു പോർഷൻ അറ്റാച്ച്ഡ് ആണ്. പക്ഷെ നല്ല സൂപ്പർബാണ്. നല്ല 2 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞേക്കൂ, നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്കിൽ അതിൽ റോസ് ഗോൾഡും അങ്ങനത്തെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ 3 പീസ് ഉണ്ട്, 2 പീസ് ഉണ്ട്. അങ്ങനത്തെ മെയിനായിട്ട് ഈ ഒരു സെക്ഷൻ ഫുള്ള് വരുന്നത് അത്യാവശ്യം ഫുൾ നിറവ് കളക്ഷൻസ് ഉണ്ട്. പല പല ഡിസൈൻസ് ഉണ്ട്. ഇപ്പം ജസ്റ്റ് ആ മാനിക്യൂറിൽ ഇട്ടത് മാത്രം ഞാൻ കാരണം ഇനിയും നമുക്ക് 2-3 ഫ്ലോറും കൂടി കവർ ചെയ്യാം. ഇനി കിഡ്സിന്റെ ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഏത് ഫ്ലോറിലാണ് വരുന്നത്? കിഡ്സിന്റെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത്. ഏറ്റവും താഴത്തെ. അപ്പൊ ഇനി ഇതിന്റെ താഴത്തെ ഫ്ലോറിൽ എന്താ വരുന്നത്? ഇതിന്റെ താഴത്തെ ഫ്ലോറിൽ നമുക്ക് കുറച്ച് ട്യൂണിക്സ് കാണാം, വെസ്റ്റേൺ വെയർ കാണാം, വെസ്റ്റേൺ വെയറിന്റെ ബോട്ടംസ്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ 4 ഫ്ലോറും ഒരു ഗ്രൗണ്ടും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 5 ഫ്ലോർ ബേസ്മെന്റ്. മൊത്തം 5 ഫ്ലോർ. പിന്നെ ഒരു ഫ്ലോർ ഡിസ്പാച്ച് അങ്ങനത്തെ സെക്ഷൻ ഒക്കെ ആയിട്ട് വേറെ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടിയിലത്തെ ഫ്ലോറിൽ അവിടെ എന്താ ബോട്ടംസ് പിന്നെ വെസ്റ്റേൺ വെയർ. യെസ്, പോവാം. നമ്മൾ ഇനി ഒരു ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തം എന്താ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്? ഇവിടെ നമുക്ക് ട്യൂണിക്സ്, വെസ്റ്റേൺ വെയർസ്, പിന്നെ ബോട്ടംസിന്റെ ഒരു നല്ലൊരു വെസ്റ്റേൺ സ്റ്റൈൽ വേണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം അല്ലേ? അപ്പോൾ ടൂണിക് സ്റ്റൈലൊക്കെ ഇടേണ്ടൊക്കെ സമയം നമ്മൾ കഴിഞ്ഞു അല്ലേ? നമ്മുടെ സമയത്തൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഒരു ചുടിദാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ സമയം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എൻ്റെ സമയത്ത് തെറ്റി പറഞ്ഞതാണ്. എന്താ ടൂണിക് സ്റ്റൈലായിട്ടുള്ള കുറേ വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഷർട്ട്സ്, ക്രോപ്പ് ടോപ്പുകളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ എടുക്കാനും സെറ്റ് ടു സെറ്റ് തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ അടുത്ത അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് എടുക്കാണ്. പിന്നെ ഇത് വെസ്റ്റേൺ ഫ്രോക്ക് പോലെയാണോ? ഫ്രോക്ക് മോഡൽ കേട്ടോ. ഇത് ഒരു റിങ്കിൾ മെറ്റീരിയലാണ്. അതിൽ നടുക്കിൽ ഫുൾ വർക്ക് വന്നിട്ടുള്ളത് ഒരു സ്റ്റൈലില്. ഇതാ കസ്റ്റമേഴ്സ് വരുമ്പോൾ നമ്മളിങ്ങനെ ഇട്ടിങ്ങനെ വിരിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ഫ്രോക്ക് ടൈപ്പ് ആയിട്ടാണ് കേട്ടോ. അടിയിൽ ഇങ്ങനെ ഫ്രില്ല് വരുന്നുണ്ട്, കണ്ടോ, ഫ്രില്ല് വരുന്നുണ്ട്. അപ്പോൾ ഇത് എടുക്കാനും നമുക്ക് സെറ്റ് ടു സെറ്റ് ആണ് എടുക്കേണ്ടത്. മൊത്തം റാക്ക് വരുന്നത് നമുക്ക് വെസ്റ്റേൺ വെയറിൻ്റെ കളക്ഷൻസ് ആണ്. അടുത്തത് നോക്കുകയാണെങ്കിൽ ഒരു ഗൗൺ മോഡലായിട്ട് അതിൽ യോക്കിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിക്കർ വർക്ക്. പിന്നെ ഇത് ഫുള്ള് നമുക്ക് ഓപ്പണബിൾ അല്ല, പക്ഷെ എന്നാൽ പോലും നല്ല ഭംഗിയിൽ വെച്ചിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള വർക്ക്. പിന്നെ ഒക്കെ നമുക്ക് സെറ്റാണ് എടുക്കേണ്ടത്.
വീണ്ടും വീണ്ടും എടുത്ത് പറയണമെന്ന് വെച്ചാൽ ചിലത് ഓരോന്നൊക്കെ കണ്ടു കഴിഞ്ഞാലേ ഇഷ്ടപ്പെടുമ്പോൾ അപ്പോൾ വീണ്ടും ചോദിക്കും. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. പിന്നെ ഇവിടെ ഇടയ്ക്ക് അവരിങ്ങനെ കട്ടൊക്കെ കൊടുത്തിട്ട് നല്ലൊരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പെട്ടെന്ന് കുറെ ഇനിയും ഒരു ഗ്രൗണ്ട് ഫ്ലോറും കൂടി ബാലൻസ് കിടക്കുന്നുണ്ട് നമുക്ക് കാണാനായിട്ട്. നമ്മൾ നേരത്തെ വിചിത്രയിൽ കണ്ട ഒരു മോഡലാണ്. ഇത് ഒരു കുർത്തി ടൈപ്പ് അല്ലേ, നടുക്കിൽ ഓവർകോട്ട് ടൈപ്പ്. ഇതാ ഇങ്ങനെ ഒരു രീതിയിലാണ് വിചിത്രയിൽ നമുക്ക് പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് മോളിൽ നിന്ന് അടി വരെ വരുന്ന ഒരു വർക്കാണ് കേട്ടോ. ഇനി ഈ ഒരു പോർഷനിൽ ഇതൊക്കെ ടൂണിക് സ്റ്റൈലല്ലേ, നമുക്ക് ശരിക്കും ഇങ്ങനെ വെച്ച് കണ്ടാലേ അതിൻ്റെ ഭംഗി അറിയുള്ളൂ. കാരണം ഇതൊക്കെ കാണുമ്പോൾ വെച്ച് നോക്കാണ്ടിരിക്കാൻ പറ്റില്ല, അത്രയും നല്ല കംഫർട്ടബിൾ മെറ്റീരിയൽ. പിന്നെ ഒരു ലെങ്ത്തും കൂടി അറിയണ്ടേ നമുക്ക് എങ്ങനെയാണ്. ഇത് ജസ്റ്റ് നമുക്കൊരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ കേട്ടോ. ഇതിന് ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. നല്ല മെനിക്കലിനൊക്കെ ഇട്ടിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടാണല്ലോ. ഇത് ഓവർകോട്ട് തന്നെ ഒരു ഇത് സെപ്പറേറ്റ്. ഇത്ര നേരം നമ്മൾ സെപ്പറേറ്റ് ആവില്ല. അപ്പോൾ ഇത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഇത് ജാക്കറ്റ് ടൈപ്പ് ആയിട്ട് ഷ്രഗ് ടൈപ്പ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു നമുക്ക് ജീൻസിന് ഇടാൻ പറ്റിയ ടോപ്പാണ് കേട്ടോ. അങ്ങനത്തെ ഒരുപാട് പേര്. അപ്പോൾ ബോട്ടം വെയറൊക്കെ ഇത് ബോട്ടം വെയറൊക്കെ ഇപ്പോഴത്തെ നമുക്കൊരു കുറച്ചും കൂടി ടോപ്സ് കണ്ടിട്ട് അപ്പുറത്തേക്ക് പോവാം അല്ലേ. ഓക്കെ, ഇത് ഷർട്ട് മോഡലായിരുന്നു. ഷർട്ട് അതിൽ നമുക്ക് കെട്ടാനായിട്ട് ഡ്രോ സ്ട്രിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മെറ്റീരിയൽ വെച്ച് നോക്കുമ്പോൾ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് കളർ ഓപ്ഷൻസ് ഉണ്ട്, കോളറിനും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കോളർ നോക്കുകയാണെങ്കിൽ നമുക്ക് നോർമൽ കോളർ ആണെങ്കിൽ ഇത് ചൈനീസ് കോളർ വിത്ത് പ്രിന്റ്. ഇതാകുമ്പോൾ ചൈനീസ് കോളറിൽ. ഇതാകുമ്പോൾ നമുക്ക് ഈ ഒരു മെറ്റീരിയലിൽ തന്നെ വേണമെന്ന് പറയാം, കുറച്ച് ലോങ് ആയിട്ട് വേണമെന്ന് പറയാം, അങ്ങനത്തെ മോഡലും അവൈലബിൾ ആണ്. നമുക്ക് ഷർട്ട് ടൈപ്പ് ആയിട്ടുണ്ട്, പിന്നെ ഒരു നീ ലെങ്ത്തിന്റെ മുകളിലായിട്ടുള്ള വരുന്നതുണ്ട്. പിന്നെ ഇത് റയോണില് ഹക്കോബ ഷർട്ടിലല്ലേ, ഹക്കോബയില് ഇപ്പോൾ വെസ്റ്റലിലും വന്നു തുടങ്ങിയില്ലേ. ഇതാ പക്ഷെ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ, നല്ല സോഫ്റ്റ് കംഫർട്ടബിൾ. ആണെങ്കിൽ വീണെടുക്കുന്ന ആ ഒരു ടൈപ്പ് ഒക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ കേട്ടോ. പിന്നെ ഇത് ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്, ആ മെറ്റീരിയൽ സ്ട്രെച്ചബിൾ മെറ്റീരിയൽ. പിന്നെ ഇതിന്റെ ബെൽറ്റും കൂടി ഉണ്ട് കേട്ടോ ഇതിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട്. നല്ല ഇത് മാത്രം ഇട്ടിട്ട് പോവാണെങ്കിൽ അതും ബെസ്റ്റ് ആയിരിക്കും. എത്ര ലെങ്ത് വരും നോക്കട്ടെ, നമുക്ക് ഒറ്റയ്ക്ക് ഇട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. ടീനേജേഴ്സിനൊക്കെ ഒരു നീ ലെങ്ത് വരെ നിൽക്കുന്നത്. അവർക്കൊക്കെ ആകുമ്പോൾ കുഴപ്പം വരില്ല, നമ്മളൊക്കെ ആകുമ്പോൾ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഇടേണ്ടി വരും. പക്ഷെ നല്ലൊരു ഹെവി മെറ്റീരിയൽ ആണ് കേട്ടോ, നല്ല ഹെവി പീസ്. പിന്നെ വരുന്ന ഷർട്ട് ഇത് 2 പീസാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഇത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ വരുന്നത്. അറ്റാച്ച്ഡ് അല്ലാത്തതുണ്ട്, അറ്റാച്ച്ഡ് ഉള്ളതുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ജാക്കറ്റ് ടൈപ്പ് ആയിട്ട് അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഒക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്നതാണ്. നമുക്ക് 4 പീസിൻ്റെ ഒരു സെറ്റാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് 4 പീസിൻ്റെ ഒരു സെറ്റ്, ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും, സെയിം സൈസൊക്കെ സെയിം ആയിരിക്കും കേട്ടോ. ഇനി അടുത്ത ട്യൂണിക് സ്റ്റൈലിൽ, ട്യൂണിക്കിലൊക്കെ നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട് അല്ലേ. ട്യൂണിക്കിൽ തന്നെ നമുക്ക് ഇതിൽ 3/4 ആണ് സ്ലീവ് വരുന്നത്. പിന്നെ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്, സ്ലീവിലും ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തന്നെ പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്യുന്ന ഐറ്റങ്ങളുമാണ്. കുറേയൊക്കെ അങ്ങനത്തെ ഐറ്റംസ് അല്ലേ. ഓക്കെ, കുറേയൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മെറ്റർണിറ്റി വെയർ ആയിട്ടും ഒരു പ്രഗ്നന്റ് സ്റ്റേജിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ഫ്രില്ലോ കാരണം കുറച്ചുകൂടി ഇങ്ങനെ തുണി കൂടുതൽ ഉണ്ടാവും ഈ ഒരു പോർഷനിൽ. നമുക്ക് സ്റ്റൈൽ ഇപ്പം എന്ന് വെച്ചാൽ ചിലവർക്ക് ഫാഷൻ വിട്ട് കളയാൻ പറ്റില്ല. ആ ഒരു സെയിം ആ ഒരു പ്രഗ്നൻസി സ്റ്റേജിൽ ഫാഷനും വേണം, ഒപ്പത്തിനൊപ്പം ആ രീതിയിൽ നടക്കാനായിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനത്തെ കുറെ കളക്ഷൻസ് ഉണ്ട്. ഷർട്ടിൽ തന്നെ നമുക്ക് ലൂസ് ഷർട്ടും വരുന്നുണ്ട് കേട്ടോ. സ്ട്രെച്ചബിൾ മെറ്റീരിയൽ 3/4 ആണ് ഇതിന്റെ സ്ലീവ് വരുന്നത്. മെറ്റീരിയൽ വൈസ് അടിപൊളിയായിട്ട് ഒക്കെ ഇമ്പോർട്ടഡ്. ഈ ഒരു പോർഷൻ ഫുൾ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ്. പിന്നെ വരുന്നത് ഇത് നല്ല അടിപൊളി കളക്ഷൻസ് വെയിറ്റിംഗ് ആണ്. ഇതാ വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞ് വെറുതെ അല്ല കണ്ടോ. യോക്കൊക്കെ നല്ല കോളറിൻ്റെ ആ ഒരു പാറ്റേണിൽ ഒരു 2 ടയറിൻ്റെ വരുന്ന സ്റ്റൈലിൽ വരുന്ന കളക്ഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് കളേഴ്സും വരുന്നത് നമുക്ക് ഈ ഒരു പോർഷനിലാണ്. 2 പീസ് 3 പീസാണ് അല്ല 3 ആണ് കേട്ടോ. ഇതിൽ കളർ എൻ്റെ കയ്യിലിരിക്കണമെന്ന് പറഞ്ഞാൽ അത് കൂടാണ്ട് ഇത് 2 അങ്ങനെ 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിപൊളി നല്ലൊരു 2 കളേഴ്സിൽ വരുന്ന
ഡിഫറെന്റ് പാറ്റേണിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഇതൊക്കെ ടോപ്പുകളല്ലേ, അപ്പൊ ഇതിന്റെ അടിയിലേക്കുള്ളത് വേണ്ടേ? ബോട്ടംസ് നമുക്ക് ഉണ്ടല്ലോ. അപ്പൊ അതൊന്നും കാണാം. അപ്പൊ ഇതിപ്പോ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ ബോട്ടം ഒക്കെ ഏത് പോർഷനിലാണ്? ബോട്ടംസ് ഒക്കെ നമുക്ക് ഈ പോർഷനിലാണ്. ബോട്ടമിന്റെ ഒരു ഈ ഒരു ഫുൾ സെക്ഷൻ നമുക്ക് ബോട്ടം വരുന്നല്ലേ. ഡെനിമിന്റെ മെറ്റീരിയൽ ഉണ്ട്, പിന്നെ ലിനനിൽ വരുന്നുണ്ട്, കോഡ്രോയ്. ഓരോന്നോരോന്ന് കാണാനുള്ള ടൈം തായോ ഞങ്ങൾക്ക്. അപ്പൊ ഇത് ഡെനിമിന്റെ. ഇത് ഡെനിം. അത് നോർമൽ ഫിറ്റിൽ വരുന്നത്. ഓക്കെ. അപ്പൊ ഇതിനൊക്കെ എങ്ങനെയാ സൈസസ് ഒക്കെ വരുമ്പോ? സൈസ് നമുക്ക് 30 മുതൽ എന്നുവെച്ചാൽ M മുതൽ 3XL 5XL ഒക്കെ വരും. ഫുൾ സൈസ് വരുന്നുണ്ട്. എപ്പോഴും അവൈലബിൾ ആണ്. ഇനി അതിൽ ലൂസ് ഫിറ്റിൽ വേണമെന്ന് വെച്ചാൽ നമുക്ക് ലിനല്ലേ വരുന്നത്. അങ്ങനത്തെ ഡെനിം ഇഷ്ടപ്പെടാത്തവർക്കാണെങ്കിൽ അങ്ങനെ. പിന്നെ ഇത് ഡെനിമിൽ വന്നത് വിത്ത് സൈഡ് പോക്കറ്റ്. സൈഡ് പോക്കറ്റ് എല്ലായിടത്തും ഒരു 4-5-6 പോക്കറ്റ് ഉണ്ട്, പക്ഷെ ഒന്നും ഉപയോഗിക്കില്ല കേട്ടോ. ഇത് കോഡ്രോയ് മെറ്റീരിയൽ വരുന്നത്. ഇതന്നെ നമ്മള് കോഡ്രോയിന്റെ ഷർട്ട് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. മാച്ച് വേണമെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും മേടിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇത് കോട്ട് സെറ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ടോപ്പും ബോട്ടോ നമുക്ക് ഇവിടുന്ന് തന്നെ മാച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇത് അടിപൊളി മെറ്റീരിയൽ ആണ്. ഇതൊരു പുതിയ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ, ഇമ്പോർട്ടഡ് ഫാബ്രിക്. ഇതൊരു ഇമ്പോർട്ടഡ് ആണ്. ഈ ഒരു ഫാബ്രിക് അങ്ങനെ പാന്റിൽ കണ്ടിട്ടുള്ളത് കുറവാണ്, പക്ഷെ നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് വരുന്നത്. നല്ല ഫിറ്റിംഗ് ഒക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. ഇത് നമ്മുടെ പെൻസിൽ ഫിറ്റിൽ താഴെ ലേസ് വന്ന വിത്ത് പോക്കറ്റ് ആണ്. അതിന്റെ ലേസിന്റെ വർക്കൊക്കെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് കുറേ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ജസ്റ്റ് ഡിസ്പ്ലേക്ക് വേണ്ടിട്ട് കുറച്ച് വെച്ചതാന്ന് തോന്നുന്നുണ്ടല്ലേ. പിന്നെ അടുത്ത നോക്കണെങ്കിൽ ഇതും സൈഡില് ബൂട്ട ചെറിയ പോംപോമിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് കുറെ വെറൈറ്റീസ് ഇനിയും കാണാൻ പറ്റൂട്ടോ. ഇപ്പൊ ഇതിന്റെ അടിയിലത്തെ പോർഷൻ നോക്കുകയാണെങ്കിൽ അതിന്റെ അടിയിൽ ലേസുകൾ കുറെ വേറെ വേറെ അതില് ഇഞ്ചുകൾ വ്യത്യാസം ഉണ്ടാവും. 1 ഇഞ്ച്, 2 ഇഞ്ച്, 5 ഇഞ്ച് അങ്ങനെ. അപ്പൊ സ്കേർട്ടിന്റെ മോഡൽസും ഉണ്ട്. നല്ല ഫ്ലെയർ ആയിട്ടുള്ള സ്കേർട്ട്സ്. ഇത്രയ്ക്കും ഫ്ലെയർ അല്ലേ. ഇത് വലിയ പ്രിന്റില്, അതും ബ്ലാക്ക് എന്നൊക്കെ പറയുമ്പോ അടിപൊളി. ഇതില് പല കളേഴ്സിലും ഉണ്ടാവും. ഇത് ഫ്രീ സൈസ് അല്ലേ വരുന്നത്? ഫ്രീ സൈസാ. അപ്പൊ ഈ കാണുന്ന ഏരിയ മൊത്തം നമുക്ക് വരുന്നത് ഫുൾ ബോട്ടം വെയറിന്റെ കളക്ഷൻസ് ആണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഡിസ്പ്ലേ മാത്രം നമ്മൾ വെച്ചിട്ടുള്ളൂ. ഇനി ഇത് കൂടാണ്ട് കുറച്ചുകൂടി വെറൈറ്റീസ് ഉണ്ടല്ലോ. ഇത് ഡെനിമില് ജഗ്ഗിങ്സ് മോഡൽ വരുന്നത് അല്ലേ. അപ്പൊ സൈസസ് എങ്ങനെയാ ഏതാന്നുള്ളത് എന്തായാലും സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം. ഒരു പീസായിട്ട് ഒരിക്കലും നമുക്ക് കിട്ടില്ല. വീണ്ടും എടുത്ത് പറയാണ്. ഇതിപ്പോ ആങ്കിൾ ലെങ്ത്തിൽ വരുന്നുണ്ട്, നമുക്ക് ഫുൾ ക്യാപ്രിയിൽ വരുന്നുണ്ട്. ക്യാപ്രിയിൽ തന്നെ നമുക്കിപ്പോ ഇതിന്റെ കെട്ട് നോക്കുകയാണെങ്കിൽ ഇതാ, ഇത് 1, 2, 3, 4 എണ്ണത്തിന്റെ കെട്ടാണ് വരുന്നത്. 4 സൈസാണ് വരുന്നത്. സെയിം പാറ്റേൺ, സെയിം ലെങ്ത്, സെയിം, ഒരു മാറ്റമില്ല. സൈസസ് മാത്രം നമുക്ക് വ്യത്യാസം വരുള്ളൂ. പിന്നെ കോട്ടണിൽ നോർമൽ നമുക്ക് പാൻറ്, സ്ട്രേറ്റ് പാൻറ് വരുന്നത്. നമുക്ക് ചുടിദാറിന്റെ ഇതിൽ ഇടാൻ പറ്റിയിട്ടുള്ളത്. ഇനി ഇങ്ങനത്തെ വേണ്ട, നമുക്ക് ലെഗിൻസ് ഓക്കെ. ഇതാകുമ്പോൾ ഡ്രോ സ്ട്രിങ് വരുന്നുണ്ട്, ഇതിലാകുമ്പോൾ ഡ്രോ സ്ട്രിങ് വരുന്നില്ല. ആ ഒരു മോഡൽ കേട്ടോ. മോഡലിനൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ വെറൈറ്റീസും വരുന്നുണ്ട്. ഇത് പാരഷൂട്ട് മോഡൽ വരുന്നു. ഡെനിമില് തന്നെ കേട്ടോ. എല്ലാ പുതിയ പുതിയ വെറൈറ്റീസ് എല്ലാം നമ്മളുടെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്, അതല്ലാതും ഇപ്പൊ എന്ന് വെച്ചാൽ എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ്, ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്താണ്, അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുക. അതും പക്ഷെ ബൾക്കായിട്ട് തന്നെ എടുക്കണം, വീണ്ടും വീണ്ടും എടുക്കുക. ചിലർ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോൾസെയിലുള്ള വാക്ക് കേൾക്കില്ല, അതാണ് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ സിംഗിൾ ആയിട്ട് ചോദിക്കും. ആ സിംഗിൾ അല്ല, ഇത് ഫുൾ സെറ്റ് എടുക്കണം. ഇത് ലൈറ്റ് ഡെനിം മെറ്റീരിയൽ വരുന്നതാണ്. ലൈറ്റ് എന്ന് വെച്ചാൽ വെയിറ്റ്ലെസ് ആയിരിക്കും. ഡെനിം എന്ന് പറയാം നമുക്ക്. ഡെനിം എന്നൊക്കെ പറയുമ്പോൾ പണ്ടെന്നൊക്കെ പറയുമ്പോൾ ചാക്ക് പോലത്തെ സംഭവിക്കും, പക്ഷെ അത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡെനിം ആണ്. വാഷ് ചെയ്യാനും സുഖമായിരിക്കും. ഇത് കോഡ്രോയിൽ വരുന്ന ഒരു വേറൊരു ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ. ഇതിന്റെയൊക്കെ സൈസസ് 30, 34, XL, 5XL വരെ. അങ്ങനെ 5XL സൈസ് വരെ നമുക്ക് പാൻസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അടിപൊളി ക്യാപ്രി. ഞാൻ ആദ്യം വിചാരിച്ചു ലെഗിൻസിന്റെ പോലത്തെ ആ ഒരു സ്റ്റഫിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ജീൻസിലും വരുന്നുണ്ട് അല്ലേ. സൂപ്പർ. ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഇനി ഷോർട്സ് അങ്ങനത്തെ സംഭവം വെച്ചിട്ടില്ല. ഷോർട്സ് ആയിട്ടില്ല, നമുക്ക് കാപ്രീസ് വരെയുള്ള ഷോർട്സ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കൽ ഇത്തിരി കുറവായതുകൊണ്ട് പിന്നെ നമുക്ക് ട്യൂണിക്സും ഒക്കെ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മളെല്ലാം ഓക്കെ. ട്യൂണിക്സ് ഇടുമ്പോ അതിന്റെ കൂട്ടത്തിൽ ഇത് കാപ്രീസ് ഒക്കെ ഇടാം. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ കുറച്ച് വെറൈറ്റീസ്. ഇതൊക്കെ നമ്മുടെ ഡിസ്പ്ലേ സെക്ഷൻ ആണ്. ഞാൻ വീണ്ടും പറയാണ്, ഗോഡൌണും വെയർ ഹൗസ് എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ്. ഇഷ്ടം പോലെ ഉണ്ട് കാണാൻ. ഇനിയും
ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനിയും താഴത്ത് കിടക്കില്ല. ഇതെപ്പോ കഴിയുന്നതൊക്കെ എനിക്കറിയില്ല. ഞാൻ എന്തായാലും താഴത്തെ ഒരു ഫ്ലോറിലും കൂടി പോവാം. അതിന് മുന്നേ ഈ ഒരു ഷർട്ട് ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു ഷർട്ട്, നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ്, സോഫ്റ്റ്, നല്ലൊരു ഷൈനിങ് കൊടുക്കുന്ന മറ്റേ ഒരു പാർട്ടി വെയറിനൊക്കെ. ഇപ്പൊ കൂടുതൽ എല്ലാവരും എത്നിക് യൂസ് ചെയ്യാത്തവർക്ക് അവർക്ക് പാർട്ടി വെയർ ആയിട്ട് വേണമല്ലോ, അതിന് പറ്റിയിട്ടുള്ള നല്ല ഷർട്ട് ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് പോയാലോ? ഇവളെ ഇവിടെ ഞാത്തിയിടട്ടെ കേട്ടോ, പോവാം. ഇനി നമുക്ക് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലെ ക്രോപ്പ് ടോപ്സ്, കുട്ടികളുടെ ഐറ്റംസ് ഒക്കെ നമുക്ക് കാണാം. അപ്പൊ കുട്ടികളുടെ നമ്മൾ മുകളിലും കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അല്ല, അത് വെസ്റ്റേൺ ആകെ ഒരു കിളി പോയിട്ടായിരിക്കില്ല, ഒരു കൺഫ്യൂഷൻ പോലെ. 4 ഫ്ലോർ ഉണ്ട്, എന്തൊക്കെയാ കണ്ടെന്ന് ഒരു പിടുത്തല്ലേ. അപ്പൊ ഈ ഒരു സെക്ഷൻ മൊത്തം വരുന്നത് കുട്ടികളുടെയും ക്രോപ്പ് ടോപ്സ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. വലിയൊരു ക്രോപ്പ് ടോപ്സും കുട്ടികളുടെ കളക്ഷൻസ്. ഓക്കെ, നമുക്ക് കുറച്ച് കളക്ഷൻസ് നമുക്ക് കാണാം. ഇതൊക്കെ ക്രോപ്പ് ടോപ്സ് വരുന്നതാണ്, വലിയവർക്കാണ് പറ്റിയത്. വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും പറ്റും. പിന്നെ മെറ്റീരിയൽസ് നോക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസിൽ വരുന്ന കളക്ഷനാണ്. അതും സെറ്റായിട്ട് തന്നെ എടുക്കണം. ഇപ്പോൾ ഈ ഒരു പീസൊക്കെ കാണിക്കുമ്പോൾ പിന്നെ നമുക്ക് 5XL സൈസ് വന്ന ടീഷർട്സും ഉണ്ട്, നല്ല വലിയ സൈസിൽ സ്ട്രെച്ചബിൾ ഫാബ്രിക്കും. അത് അപ്പോൾ ഒന്നുകൂടി 6XL-കാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 5XL സൈസിൻ്റെ ടീഷർട്സ്. അപ്പോൾ ഇതും സെറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഭയങ്കര സോഫ്റ്റ്, കംഫർട്ടബിൾ. ഇതിനെ വീണ്ടും വീണ്ടും എടുത്ത് പറയാം കേട്ടോ, ഇത് നല്ല അടിപൊളിയാണല്ലോ. ഇത് കുട്ടികളുടെ ക്രോപ്പ് ടോപ്പ് ആണോ ടൂണിക് സ്റ്റൈലാണോ ഒന്നും പറയാൻ പറ്റില്ല. സ്റ്റൈല് അറിയുന്നവർക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം അല്ലേ, എങ്ങനെ വേണമെങ്കിലും ഇടാൻ പറ്റും. പിന്നെ ഇത് പിന്നെ ഭയങ്കര കോട്ടൻ്റെ സോഫ്റ്റ് മൽമൽ കോട്ടൺ ഒക്കെ പറയില്ലേ, ആ ഒരു മെറ്റീരിയലാണ്. സ്ലീവ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. കൊറിയൻ ടോപ്സ് വരുന്നതാണ്. കൊറിയൻ ടോപ്സിന്റെയും വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ ട്രെൻഡുള്ള ഐറ്റംസ് ഒക്കെ എല്ലാം ഉണ്ട് കേട്ടോ, ഒന്നും പുറത്തേക്ക് പോകും. ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ബ്ലൂ ഡെനിമും ഒക്കെ വെച്ച് നമുക്ക് മുകളിൽ നമ്മൾ ഡെനിംസ് ഒക്കെ കണ്ടില്ല, അതൊക്കെ വെച്ച് നമുക്ക് ഇവിടുന്ന് തന്നെ കസ്റ്റമേഴ്സിന് ടോപ്പും ബോട്ടം ഒക്കെ എടുത്തിട്ടൊക്കെ ഫുൾ ഹാപ്പി ആയിട്ട് പോവാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതൊക്കെ ഫ്രീ സൈസ് ആണെന്ന് തോന്നുന്നു. ഫ്രീ സൈസ് അല്ലേ വരാം. ഓക്കെ, പിന്നെ ഇതൊക്കെ എനിക്ക് പറ്റും ഇപ്പൊ പറ്റും. കുറച്ചുകൂടി ലൂസ് ടൈപ്പ് ആയിട്ടുള്ളത്, ഒരു ടൂണിക് സ്റ്റൈലിലൊക്കെ അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്പ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മൾ എങ്ങനെ സ്റ്റൈൽ ചെയ്യണത് അതിനനുസരിച്ചിട്ടായിരിക്കും നിൽക്കുക. പിന്നെ കുറെ വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ അതിന്റെ ഫുൾ അതിന്റെ വെറൈറ്റീസ് തന്നെയാണ്. പീസ് കാണിക്കുന്നത് നമ്മളുടെ ഒരു ടൈം, അത്യാവശ്യം സമയം പോയതേ അറിഞ്ഞില്ല. ഇതും അതേപോലെ ഒരു വെറൈറ്റി പീസാണ്. ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ തന്നെ നമുക്കൊരു ഷർട്ട് അല്ല ടീഷർട്ട് ടൈപ്പ് ആയിട്ട് തന്നെ കോളർ നെക്കിലൊക്കെ വരുന്ന ടൈപ്പ് ട്രെൻഡി ഐറ്റംസ് ആണ് വരുന്നത്. ഒക്കെ നമുക്ക് സെറ്റാണ് എടുക്കേണ്ടത്. അത് എടുത്ത് പറയാം, ഇതിന്റെ സെറ്റാണെന്ന് തോന്നുന്നു. ഇത് ഇവിടെ വെച്ചപ്പോഴാണ് മനസ്സിലായത്. ഇത് ഒരെണ്ണം, അതിന്റെ 2, 3, 4 ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇത് ഷർട്ട് മോഡൽ. വാവ്, എനിക്ക് പറ്റും. മുകളിലൊരു സാമ്പിൾ പീസ് കണ്ടിരുന്നു, വെറൈറ്റീസ്. ഇതൊക്കെ നല്ല സോഫ്റ്റിൽ വരുന്ന കളക്ഷൻ ആണ് കേട്ടോ. അത് ലൂസ് ആയിട്ട് നമുക്ക് ഫിറ്റിംഗ് വേണമെന്ന് വെച്ചാൽ അങ്ങനത്തെ ഷർട്ട് മോഡലായിട്ട് വരുന്ന കളക്ഷൻ. പിന്നെ ഇത് കൂടാണ്ട് ഡിസ്പ്ലേയിലും ഉണ്ട് കേട്ടോ, കൊറിയൻ ടോപ്സ് ഒക്കെ ഡിസ്പ്ലേയിലും. ഇത് ഫുൾ ലെങ്ത്തിൽ വരുന്നത് സ്ലീവ് കേട്ടോ, അങ്ങനത്തെ മോഡലും വരുന്നുണ്ട്. അത് കൂടാണ്ട് ഇതൊക്കെ നമുക്ക് ഇന്നർ ഒരു ഷർട്ട് മോഡൽ ആയിട്ട്. ഇത് ഇതിന്റെ കൂടെയുള്ളതാണോ? എല്ലാം സെറ്റ് അല്ല വരുന്നത്, അല്ല സെപ്പറേറ്റ് അല്ലല്ലോ. ഓക്കെ, സെപ്പറേറ്റ് അല്ല. അതുപോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇതാക്കണ്ടോ. ഇപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ ആ കളർ ഓപ്ഷൻസിൽ നമുക്ക് ഒരു സെറ്റിൽ ഒരു സൈസ് ആയിരിക്കും, 4 കളർ വരുന്നതാണ്. പിന്നെ ഇതൊരു വൂവൺ ഫുൾ സ്ലീവ്, ഇപ്പോഴത്തെ ക്ലൈമറ്റിനൊക്കെ പറ്റിയ. ഇപ്പോഴത്തെ അല്ല കേട്ടോ, ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലൈമറ്റ് നോക്കുന്നില്ല. ക്ലൈമറ്റ് ഇപ്പൊ കോട്ടൺ ഒക്കെ പറയുമ്പോൾ സാധാരണ ആൾക്കാർ പറയുന്നത് ചൂടുള്ള സമയത്താണ് ഇടുക. പക്ഷെ ചിലർ കോട്ടൺ മാത്രം യൂസ് ചെയ്യും, അവര് തണുപ്പത്തും കോട്ടൺ തന്നെ യൂസ്. അപ്പൊ അങ്ങനെ ഇത് മാത്രം യൂസ് ചെയ്യണവരും ഉണ്ട് എല്ലാം കാലം. അങ്ങനത്തെ ഇതും നല്ല സ്ട്രെച്ചബിൾ ഫാബ്രിക്, മൾട്ടി കളറിലാണ് വരുന്നത് കേട്ടോ. നല്ല ഫാബ്രിക് ഒക്കെ നോക്കിയേ, അടിപൊളി. ഇത് ഫുൾ സെറ്റ് തന്നെയാണ് വരുന്നത്. സൂപ്പർ, ഇഷ്ടമായി മൊത്തത്തിൽ. അപ്പോൾ വെസ്റ്റേൺ വെയറിൽ തന്നെ നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട്. മൊത്തം ടോപ്പ് അടിയിൽ മുകളിലേക്ക് ഇടാൻ പറ്റിയത്, അടിയിലേക്ക് ഇടാൻ പറ്റിയത് മുകളിലത്തെ ഫ്ലോറിലാണ് വരുന്നത്. നമുക്ക് കുട്ടികളുടെ കാണാം, 22 മുതൽ സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇത്ര നേരം നമ്മൾ കണ്ടത് ടീനേജുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രായക്കാർക്ക്, നമ്മുടെ അല്ലേ, സോറി എൻ്റെ. നമുക്ക് പിള്ളേർക്ക് പറ്റിയത് കുറച്ച് കാണാം, കുട്ടികൾക്കുള്ളത് അല്ലേ. ഫ്രോക്ക് ടൈപ്പ്, അത് സ്മോക്കി ആയിട്ട് വരുന്നത് യോക്ക് പോർഷനിൽ അങ്ങനെ. എന്നിട്ട് കുട്ടികൾക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സിമ്പിളാണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ, നല്ല ഡീസെന്റ്, അതൊക്കെ അടിപൊളിയുണ്ട്. ഫ്രോക്ക് മോഡൽ പിള്ളേർക്ക്
നല്ല സട്ടലായിട്ടുള്ള ഒരു ഷെയ്ഡ്, ഡാർക്ക് ഷെയ്ഡും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ. പിള്ളേർക്ക് നമുക്ക് കോട്ട് സെറ്റും വരുന്നുണ്ട്. ഓ, വലിയൊരുക്കളെ പോലെ, വലിയൊരുക്കളെ പോലെ തന്നെ കുട്ടികൾക്കും വരുന്നുണ്ട്. കോട്ട് സെറ്റ് അത് 3 പീസ് ആണല്ലേ. ഇത് ഇന്നർ വരും, അതുപോലെ തന്നെ ഇതിന്റെ മുകളിലേക്ക് ഇടാനുള്ള കോട്ട്, അതുപോലെ അതിന്റെ അടിയിലിടാനുള്ള ബോട്ടം. ഓക്കെ, സ്കേർട്ട് മോഡലും വരുന്നുണ്ട്, നമുക്ക് പാന്റ് മോഡലും രണ്ടും വരുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ഓപ്ഷൻസ് ആണ്, അത് ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ, വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഈ ഒരു ക്രോപ്പ് ടോപ്പ് മോഡൽ, കൊറിയൻ ടോപ്സ് തന്നെ വരുന്ന മോഡലാണ്. ഇതിന്റെ തന്നെ ഡിഫറെന്റ് പ്രിന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കളേഴ്സും നല്ല കുറെ ഓപ്ഷൻസ് വരുന്നുണ്ടല്ലേ. ഇത് അടിപൊളിയാണല്ലോ. ഇതൊരു കുറച്ചും കൂടി വലിയൊരു സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേർക്ക് ടീനേജ് കോട്ട് സെറ്റാണ് വരുന്നത്. ടീനേജുകാർക്ക് അല്ലെങ്കിൽ 10ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ആയിട്ടുള്ള നല്ല നല്ല കളക്ഷൻസ് ആണ് ഇത് വരുന്നത്. പിന്നെ ഇത് 30 ഇയേഴ്സിൻ്റെ ഒരു ആനിവേഴ്സറി എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നല്ല എഫോർഡബിൾ റേഞ്ചിലാണ് കൊടുക്കുന്നത്. റേറ്റ് എനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു വർഷം മൊത്തം ഞങ്ങൾ 30 ഇയേഴ്സിൻ്റെ ആനിവേഴ്സറി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇങ്ങോട്ട് തീർച്ചയായിട്ടും വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കളക്ഷൻസ് നമുക്ക് എഫോർഡബിൾ റേഞ്ചിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ കുറേ വെറൈറ്റി കളക്ഷൻസ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ കണ്ടു. അപ്പോൾ ഇതും ഒരു ട്യൂണിക് സ്റ്റൈൽ ഇത് ഞാൻ പറഞ്ഞു, നമുക്ക് ഇതേപോലെ മിക്സ് ആൻഡ് മാച്ച് തന്നെ ചെയ്ത് നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് പാന്റ് വേറെ സെപ്പറേറ്റ് അല്ല വരുന്നത്. ഇത് സെപ്പറേറ്റ്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, നല്ല ഇതും നേരത്തെ നമ്മൾ കണ്ടന്റ് ഡിഫറെന്റ് വേറൊരു ഇത് മെറ്റീരിയൽ വരുമ്പോൾ നമുക്ക് ഷിഫോണിന്റെ ജോർജറ്റിന്റെ ആ ഒരു മെറ്റീരിയൽ, അതിന്റെ തന്നെ ഡിഫറെന്റ് പാറ്റേൺ ആണ് കേട്ടോ. നമ്മൾ നേരത്തെ അവിടെ കണ്ടില്ലേ, അതിന്റെ തന്നെ സെയിം പാറ്റേൺ സെയിം തന്നെ ഡിഫറെന്റ് മോഡലില് വരുന്ന ഒരു കളക്ഷൻ കേട്ടോ. പിന്നെ തട്ടിലോ എന്താ സംഭവം, ഇത് വന്നപ്പോ മാറിയല്ലോ. ഓക്കെ, അപ്പൊ ഇത് ഓർഗൻസയില് നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതില് വർക്ക് ഉണ്ടോ, നല്ല വീനെക്കിലൊക്കെ വരുന്ന വർക്കാണ്. ഷോളിന്റെ എഡ്ജിലും നമ്മൾ ഹാൻഡ് വർക്കിന്റെ അപ്പൊ ഈ സെയിം വർക്ക് തന്നെ നമുക്ക് ഇതിലേക്കും പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ കളർ ഓപ്ഷൻസ് നമുക്ക് കാണാലോ, ഇഷ്ടംപോലെ ഉണ്ടല്ലേ കളർ ഓപ്ഷൻസ്. ഇവിടെയാണ് കുറേ ഉണ്ട്. ഇത് നിറയെ കാണുന്നത് മൊത്തം ഇത്രയും ബൾക്കായിട്ടാണ് ഇരിക്കുന്നത് കളക്ഷൻസ് മൊത്തം വരുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ കളർ ഓപ്ഷൻസ് കണ്ടിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽ കിട്ടും. ഇതൊക്കെ നിങ്ങളുടെ ഓൺ മാനുഫാക്ചറിങ് നോക്കിയ താഴത്ത് മൊത്തം കണ്ടോ, ഇതൊക്കെ ഓൺ മാനുഫാക്ചറിങ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ കളർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിന്റെ കളേഴ്സ് വരുന്നത്. 5 കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ല നല്ല വെറൈറ്റി കളേഴ്സ് ഒക്കെ ഇരിക്കുന്നത്. മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ. ഇനി പ്ലസ് വേണമെന്ന് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അത് ചെയ്ത് തരും. പക്ഷെ ബൾക്കായിട്ട് ഓർഡർ കൊടുക്കേണ്ടി വരും. സെയിം പാറ്റേൺ ആണെന്ന് അതും ഞങ്ങൾ ചെയ്തുതരും. അപ്പൊ ഇവിടെ എന്താണ് ഈ റാക്കിലൊക്കെ ഇരിക്കുന്ന സംഭവം? ഇവിടെയൊക്കെ നമുക്ക് 2 പീസ് 3 പീസ് ആയിട്ടുള്ള ഓൺ പ്രൊഡക്ഷൻ. ഓക്കെ, കോട്ടണിൽ കേട്ടോ. കോട്ടണില് ഇതാ, ഇത് സ്ട്രൈറ്റ് കുർത്തിയിൽ വരുന്നതാണ്. യോക്കില് അത്യാവശ്യം വർക്കും കയറിയിട്ടുണ്ട്. ഇനി വർക്ക് വേണ്ടാന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തുതരും. ഇത് പാന്റ് എലാസ്റ്റിക് പാന്റാണ്, നല്ല സ്ട്രെച്ചബിൾ മെറ്റീരിയൽ വിത്ത് മൽമൽ ദുപ്പട്ട കേട്ടോ. ഇതാ മൽമൽ കോട്ടന്റെ ദുപ്പട്ട, അതിന്റെ ലെങ്ത്തും വിഡ്ത്തും എല്ലാം 2.5 മീറ്റേഴ്സ് ദുപ്പട്ട. വാവ് കേട്ടോ, മൽമൽ കോട്ടന്റെ ദുപ്പട്ടയാണ് വരുന്നത്. പ്യുവർ കോട്ടണിൽ വരുന്ന കളക്ഷനാണ് കേട്ടോ. ഈ 3 പീസിന്റെ കളക്ഷൻ ഓൺ പ്രൊഡക്ഷൻ ആണ്. അതുപോലെ അടുത്തത് നോക്കുകയാണെങ്കിലും കോട്ടണിൽ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. എന്താ സ്ട്രൈറ്റ് കുർത്തിയാണ് കേട്ടോ. ഇതിൽ അനാർക്കലി വേണമെന്ന് പറയുകയാണെങ്കിൽ അതും ചെയ്തു തരും. ഇത് ബോട്ടം നമുക്ക് എലാസ്റ്റിക്കും വിത്ത് സ്ട്രിങ്. വൺ സൈഡ് പ്ലെയിനും വൺ സൈഡ് നമുക്ക് എലാസ്റ്റിക് ആണ് വരുന്നത് കേട്ടോ വേസ്റ്റ് പോർഷനിൽ വരുമ്പോൾ. പിന്നെ അത് കൂടാതെ നമുക്ക് ഡ്രോ സ്ട്രിങ് കെട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ കോട്ടൻ്റെ തന്നെ മൽമൽ കോട്ടൻ്റെ തന്നെ നമുക്ക് ദുപ്പട്ടയും വരുന്നുണ്ട് കണ്ടോ. പിന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വാഷ് ചെയ്താലും അടിപൊളിയായിട്ട് ഇങ്ങനെ കെടുക്കും കേട്ടോ. നമ്മുടെ ദേഹത്ത് ഇങ്ങനെ ഒട്ടി കിടക്കില്ലേ, അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കെടുക്കും കേട്ടോ. ഇതിൻ്റെ തന്നെ നമുക്ക് കെട്ടെടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു കെട്ടെടുത്ത് കാണിച്ചു കൊടുത്താൽ ഏതെങ്കിലും ഒരു കെട്ടെടുത്ത് കാണിച്ചു തന്നാൽ മതി. ഇങ്ങനെ കെട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. കെട്ട് വരുമ്പോൾ 4 സൈസാണ് വരുന്നത് കേട്ടോ കെട്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. ചിലത് മീഡിയം സൈസ് തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, ലാർജ് മുതൽ 3XL വരെ ഉണ്ട്. അങ്ങനെ സൈസസ് വ്യത്യാസം ഉണ്ട്. അത് ഏതാ നിങ്ങൾ ചൂസ് ചെയ്യണം അതിനനുസരിച്ചിട്ടായിട്ട് ആയിരിക്കും ഉണ്ടാവാം. ഇതും നമ്മുടെ ഒരു ഓൺ പ്രൊഡക്ഷൻ. ഇത് കോട്ടണിൽ തന്നെ അല്ലേ. ഇതാ
ഇത് കോട്ടണിൽ തന്നെ നമുക്ക് പാച്ച് വർക്ക്, അതുപോലെ തന്നെ നമുക്ക് വർക്ക് കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഇവരുടെ കോഡാണ്. ഈ കോഡ് കണ്ടാൽ മാത്രമാണ് അവർക്ക് കാശിൻ്റെ കാര്യം പറയാൻ പറ്റും. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ കാശ് എത്രയാണെന്ന് അറിയണമെന്ന് വെച്ചാൽ വീഡിയോ കോൾ ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി. ഇഷ്ടപ്പെട്ടത് ഏതാണ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തോ, വിളിച്ചോ, മാറ്റി വയ്ക്കാൻ പറയണം. അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തിട്ട് കേട്ടോ. അല്ലാണ്ട് വെറുതെ മാറ്റി വയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മാറ്റി വയ്ക്കില്ല അല്ലേ? അത് ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ വേണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ. പിന്നെ വരുന്ന കളക്ഷൻ ഇതൊക്കെ ഫുൾ കോട്ടൺ ആണ് കേട്ടോ. ഈ കാണുന്നത് മൊത്തം അതിൽ പല പ്രിന്റ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, പല വെറൈറ്റീസ് കാണാൻ പറ്റും. ഇനിയും കോട്ടണിൽ തന്നെ നമുക്ക് കോട്ടണിൽ തന്നെ 2 പീസ് വരുന്നതാണ് ഓവർകോട്ട് മോഡൽ. ഓക്കെ, ഇത് ഓവർകോട്ട് അടിപൊളി കേട്ടോ. നേരത്തെ ഓവർകോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ജാക്കറ്റ് ഇത് സെപ്പറേറ്റ് ആണെന്ന് വിചാരിച്ചാൽ സെപ്പറേറ്റ് അല്ല, അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൽ പോംപോമിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചൈനീസ് കോളറിൻ്റെ നെക്കാണ് വരുന്നത് വിത്ത് ലൈൻസ് ആയിട്ടുള്ള ഒരു ബോട്ടം. ഇങ്ങനെയാണ് കേട്ടോ ഡീറ്റെയിലിംഗ് വരുന്നത്. സൂപ്പർ. പിന്നെ ഇതൊക്കെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പോസിബിൾ അല്ല കേട്ടോ, കാരണം കുറേ വെറൈറ്റീസ് ഉണ്ട് കാണിക്കാനായിട്ട്. നമ്മൾ അത്യാവശ്യമുള്ള കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് നമ്മൾ ബ്ലാക്ക് എവർഗ്രീൻ കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ കൂടിയാണ് കേട്ടോ. അടിപൊളി കളറല്ലേ ഇതാ. പിന്നത്തെ വെറൈറ്റി ഈ ഒരു 3 പീസിൻ്റെ 3 പീസ് തന്നെയല്ലേ? 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ വരുന്നത്. 3 പീസിൻ്റെ കോൺസെപ്റ്റിൽ ഇതാ, ഇത് യോക്കിൽ വരുന്ന വർക്ക്, അതിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്, പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള വർക്കാണ്. സ്ട്രേറ്റ് കുർത്തിയാണ്, മൽമൽ കോട്ടൺ എന്ന് വെച്ചാൽ മൊത്തം ഒരുവിധം കോട്ടൻ്റെ ആയിരിക്കില്ല ഈ ഒരു പോർഷൻ. ഫുൾ ഇതാ ഈ ഒരു ഫുൾ ഏരിയ നമുക്ക് കോട്ടൺ കളക്ഷൻസ് ആണ് വരുന്നത്. അതായത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ എത്തിയില്ലേ, ഇനിയും അടുത്തൊരു സ്ഥലത്തേക്ക് പോവാന്ന് ഇങ്ങനെ പറഞ്ഞു നിൽക്കായിരുന്നു കേട്ടോ. അതാ ഇവിടെ റോഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ഇത് നമ്മൾ താഴത്തെ എത്തിയത്. അത്രയും കവർ ചെയ്തിട്ട് സമയം പോയതേ അറിഞ്ഞിട്ടില്ല. 5 ഫ്ലോർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്രൗണ്ട് 1, 2, 3, 4 ടോപ്പ് വരെ എത്തി. അപ്പോൾ മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു 5 ഫ്ലോർ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇത് വരുന്നത് കേട്ടോ. ഒരു 2-3 കളക്ഷൻ കൂടി കാണിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇനി ബാക്കിയുള്ളത് റോഡ് എത്തിയില്ലേ, ഇനി എനിക്ക് പോകണ്ടേ. ഇതും 3 പീസാണ്. ഇതും 3 പീസിൽ പാൻറ് വിത്ത് നമുക്ക് ദുപ്പട്ട കേട്ടോ. ഇങ്ങനെ ഒരു കളക്ഷനാണ്. പിന്നെ പ്രിന്റുകൾ മാറും, പക്ഷെ കോട്ടൺ തന്നെയായിരിക്കും. കോട്ടന്റെ വെറൈറ്റീസ് മൊത്തം കാണാം നമുക്ക്, ഫുൾ വെറൈറ്റീസ്. ഇനി നമുക്കൊന്ന് പുറത്തിറങ്ങിയിട്ടൊന്ന് ലൊക്കേഷൻ പറഞ്ഞാലോ? ഇങ്ങോട്ട് വരൂ. ഇനി കാണിക്കാനുണ്ടെങ്കിൽ അവര് വീഡിയോ കോൾ ചെയ്തിട്ടോ കാണിക്കാൻ. ആക്ച്വലി ഫുൾ ഏരിയ ഉണ്ട് നമുക്ക്. ഫുൾ ഏരിയ തന്നെയല്ല, ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഭാഗം നമ്മൾ കാണിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഇതൊക്കെ ഫുൾ കോട്ടന്റെ തന്നെയാണ്. ഇത് എല്ലാം ഇല്ല, നമ്മൾ ജസ്റ്റ് സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു 2 നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു നിർത്താം. ഓക്കെ, ഇത് ലൊക്കേഷൻ പറഞ്ഞാൽ ബ്രോഡ്വേ മാർക്കറ്റ് റോഡ് മലബാർ ഹൗസിന് തൊട്ട് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അഞ്ജലി. അപ്പൊ ഈ അഞ്ജലിനെ ഞാൻ കൊണ്ടുപോവാ. ഇവിടെ വേറൊരു അഞ്ജലി ബിൽഡിംഗ് ആയിട്ട് നിൽക്കണം. ആ അഞ്ജലിയിൽ നിങ്ങൾ പോന്നോ അല്ലേ? അതെ. അപ്പൊ ലൊക്കേഷൻ എറണാകുളത്താണ്. വീണ്ടും പറയാ, ഇനി എറണാകുളം എവിടെയാണെന്ന് ചോദിച്ചിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്യണവരുണ്ട്. കേരളത്തിൽ എറണാകുളത്ത് നമുക്ക് മേനക ബസ് സ്റ്റോപ്പ് വഴിക്ക് നമുക്ക് വരാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അവിടെ നമുക്ക് പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് അല്ലേ? അവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. നമുക്ക് ഇവിടെയും ഒരു 5-6 കാർ വരെ പാർക്ക് ചെയ്യാം. ഇനി അവിടുത്തെ കൂടാണ്ട് പാർക്കിംഗ് സൗകര്യം അവിടെയും ഉണ്ട്, ഇവിടെയുണ്ട്. മാർക്കറ്റ് റോഡ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം തിരക്കാണ്. അപ്പോൾ വണ്ടിയായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ ഒരു 5 വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വരുമ്പോൾ ഒന്ന് വിളിച്ച് ചോദിക്കുക, ഇവിടെ ഫുൾ പാർക്കിംഗ് അതെ ഫുൾ ആയിട്ടുണ്ടോ, ഇനി നമുക്ക് വണ്ടി ഇടാൻ. കാരണം എപ്പോഴും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ കസ്റ്റമേഴ്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് വിളിച്ചു വെച്ചിട്ട് വണ്ടിയുടെ കാര്യം ചോദിച്ചാൽ മതി. ബാക്കി നടന്നു തരാണെങ്കിൽ നിങ്ങൾ എപ്പോഴാണെങ്കിലും പോകുന്നത്. അപ്പോൾ ഇതാണ് ഈ ഷോപ്പിന്റെ സമയം. ഷോപ്പിന്റെ ടൈമിംഗ് വേണ്ടത് നമുക്ക് 9:30 മുതൽ 8 o'clock. സൺഡേ ഓഫ് സീസൺ സമയത്ത് മാത്രം സൺഡേ. വീഡിയോ കോൾ ആണെങ്കിൽ നമുക്ക് എപ്പോഴാണെങ്കിലും വിളിക്കാം. ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതിട്ടോ ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ ഇത്രയും ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും നേരം നമ്മൾ ഇത്രയും കളക്ഷൻസ് കാണിച്ചത് ഇവിടെ റോഡ് കണ്ടപ്പോഴാണ് അയ്യോ താഴത്തെ എത്തിയില്ല, ഇനി നമ്മൾ പോകണല്ലേ എന്നുള്ളത്. അപ്പോൾ വീണ്ടും പറയാണ്, പുറത്തേക്കൂടെ കാണുമ്പോൾ നമുക്ക് 2 എൻട്രൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ 2 എൻട്രൻസും സെയിം ഒരു കടയിലേക്ക് തന്നെയാണ് പോണത് കേട്ടോ. ഈ ഫുൾ ബിൽഡിംഗ് കാണുന്നത് മൊത്തം അഞ്ജലിയാണ്. 5 ഫ്ലോറാണ് ശരിക്കും വരുന്നത്. അപ്പൊ അപ്പുറത്തുനിന്ന് കയറിയാലും ഇപ്പുറത്തുനിന്ന് കയറിയാലും ഒരേ സ്ഥലത്തേക്ക് എത്തുന്നത്. അപ്പൊ ഇത്രയും നേരം ബുദ്ധിമുട്ടിച്ചതിന് സോറി. ഈ ഒരു സിറ്റുവേഷൻ അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ താങ്ക് യു. അപ്പൊ കസ്റ്റമേഴ്സ് ഒക്കെ ഇവിടേക്ക് വരട്ടെ. അപ്പൊ നമുക്ക് പോവാം. അവരുടെ അഞ്ജലിയിൽ വരട്ടെ, ഞാൻ എന്റെ അഞ്ജലിയിൽ. അങ്ങനെ 30 years ആനിവേഴ്സറി ബിരിയാണി. യെസ്, അത് മറന്നിരിക്കുന്നു. ശരി, പോവാം.